ആരാധനയ്ക്കായി എല്ലാവർക്കും എഴുന്നേൽക്കാം. പന്തലിൻ്റെ പുറത്ത് അവിടെ എവിടെയായി നിൽക്കുന്നവർ അകത്തേക്ക് പ്രവേശിച്ചാട്ട്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽന്നേക്കും തന്നെ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ
പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കണമേ. രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നതുപോലെ കടകളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളുടെ ദോഷം രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ വൈകാറായ സമയത്ത് പല ഭവനങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇവിടെ കൂടി വന്ന് നിൻ്റെ തിരുവചനം കേൾക്കുവാനും ധ്യാനിപ്പാനും ഞങ്ങളെ നീ കൂട്ടിവരുത്തിയ കരുണയ്ക്ക് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങളെ നടത്തുന്നതായിട്ടുള്ള വഴികൾ എത്ര വലുതെന്ന് തിരിഞ്ഞു നോക്കുവാനോടൊന്ന് സഹായിക്കണമേ. ഇങ്ങനൊരു ഇടം ഇവിടെ നിന്നുകൊണ്ട് നിന്നോട് യാചിപ്പാനായിട്ട് ഒരുക്കിയ ഈ വലിയ മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ ഇടം ഞങ്ങൾക്കായി നീ വേർതിരിച്ച് തന്ന നിൻ്റെ സാക്ഷി നിർവഹണത്തിനായിരിക്കാൻ തക്കവണ്ണം അവയും തിരുമേനിയിലൂടെ അതിൻ്റെ ചുമതലക്കാരിലൂടെ നിർവഹിക്കപ്പെടുന്നവർ നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾക്ക് നേർത്തു തരുവാൻ തിരുമേനി നീ കൂട്ടിക്കൊണ്ടുവന്ന കരുണയ്ക്ക് അതിനെ സ്തുതിക്കുന്നു. വചനം പങ്കുവെക്കുന്നതിന് മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. വലിയ മെത്രാപ്പോൽ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം പങ്കിടുന്ന എല്ലാവരോടുകൂടി ഇരിക്കണമേ. നിൻ്റെ കൃപ ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങൾ കൂടി വന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും ധന്യമായിരുന്നു പറവാൻ നിൻ്റെ ആത്മാവ് ഞങ്ങളോട് വ്യാപരിക്കണമേ. കരുണയുള്ള കർത്താവേ, നിന്നുള്ള സമ്പന്നതയാണ് ജീവിതത്തിൻ്റെ വലിപ്പമെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ ഞങ്ങളിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉൾക്കൊള്ളുന്ന ഈ കാലഘട്ടത്തിൻ്റെ മധ്യയെ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ, നിൻ്റെ വചനത്താൽ ജീവിപ്പിക്കപ്പെട്ട അനുഭവത്തിനുടമകളെ കടന്നു പോകുവാൻ ഞങ്ങളെല്ലാവരോടൊന്ന് സഹായിക്കണമേ. കുറവുകൾ ഓർക്കരുത്, ഏതായാലും മറയ്ക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ വിനയമായി യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ 57ാമത് കൺവെൻഷനിൻ്റെ 4ാമത് യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നടന്നതായ കൺവെൻഷൻ യോഗത്തിൽ കൂടി ബഹുമാനപ്പെട്ട AT സക്കറിയാച്ചനിൽ കൂടി ഉച്ചകഴിഞ്ഞ് നടന്നതായ യോഗത്തിൽ നിന്നും ബഹുമാനപ്പെട്ട MC ശൗമേലച്ചനിൽ കൂടി ലഭിച്ച ദൈവവചന ആലോചനകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ യോഗങ്ങളിലൊക്കെയും വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ശ്രവിച്ച വചനത്തിനായും ദൈവത്തെ സ്തുതിക്കുന്നു. വചനം നമ്മിൽ രൂപാന്തരത്തിനും പുതുക്കത്തിനും ഇടയാക്കും എന്നതിനാൽ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവവചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അഭിനയ തോമസ് മാർ തിമോത്തിയോസ് തിരുമനസ് കൊണ്ടാണ് ആവുന്നുവല്ലോ. തിരുമേനിയുടെ നേതൃത്വം സാന്നിധ്യം ഏറ്റവും അനുഗ്രഹപ്രദമാകുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും തിരുമേനി കാട്ടുന്ന ശ്രദ്ധയും ആലോചനയും ഈ കൺവെൻഷൻ ഇത്രയും മനോഹരമാക്കി തീർക്കുന്നതിന് വളരെ സഹായകരമായി തീർന്നു. അഭിനയ തിരുമേനിയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറ്റവും വിനയപൂർവ്വം ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ എ തോമസ് അച്ഛനാവുന്നു. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ എ തോമസ് അച്ഛൻ മർത്തോമ സഭയിലെ പ്രഗത്ഭനായ ഒരു കൺവെൻഷൻ പ്രാസംഗികനാവുന്നു.
മുൻപും നമ്മുടെ ഭദ്രാസന കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സേവനം ശുശ്രൂഷ ലഭ്യമായി തീർന്നിട്ടുണ്ട്. ദൈവവചനം വളരെ ഗൗരവമായി പഠിക്കുകയും കാലോചിതമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ അച്ഛൻ ശ്രദ്ധേയനാണ്. കലർപ്പ് കൂടാതെ വചനം പങ്കുവെക്കുവാൻ അച്ഛൻ എപ്പോഴും ശ്രദ്ധിക്കുക പതിവാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ മേക്കൊഴൂർ സ്വദേശിയാവുന്നു. ഇപ്പോൾ കാപ്പിൽ സെന്റ് തോമസ് മാർത്തോമ ഇടവ വികാരിയായി സേവനം ചെയ്യുന്നു. അച്ഛനെ ഏവരുടെയും പേരിൽ ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അച്ഛനോടൊപ്പം ലാലിക്കൊച്ചമ്മയും അച്ഛൻ്റെ സഹധർമ്മിണി ലാലിക്കൊച്ചമ്മയും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. കൊച്ചമ്മയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട AG മാത്യു അച്ഛൻ നമ്മുടെ ഭദ്രാസനത്തിൽ വളരെയധികം നാളുകൾ പ്രവർത്തിച്ചതായ അച്ഛനാകുന്നുവല്ലോ. അച്ഛൻ്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് ഓർക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മാർത്തോമ ചർച്ച് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട PM എബ്രഹാം സാർ ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് അവിടെ ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കുന്നതായ ഏകദേശം 40ഓളം കുട്ടികളും അവിടുത്തെ ചാപ്പളയൻ അച്ഛൻ, ബോർഡിംഗ് സൂപ്രണ്ട്സ് ഇവരൊക്കെ ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്നു, പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ബേബി മറൈൻസിൻ്റെ MD ആകുന്ന ശ്രീ KC തോമസ് ഈ ദിവസങ്ങളിലെ ഭക്ഷണ ക്രമീകരണത്തിന് ആവശ്യമായ മത്സ്യം നൽകിയത് പ്രിയപ്പെട്ട KC തോമസ് സാറാകുന്നു. സാറും കുടുംബവും ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു, പ്രത്യേകം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എളമാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജേക്കബ് വാളിയോട് അവറുകൾ ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു, സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മുടെ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ടതായ പട്ടക്കാർ, സമീപയുള്ളതായ ഭദ്രാസനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ നിന്ന്, അടൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്നൊക്കെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഇന്ന് ഈ കൺവെൻഷൻ യോഗങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാ അച്ഛന്മാരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിബു എബ്രഹാം ജോണച്ചൻ, ഭദ്രാസന ട്രഷറർ ശ്രീ ജോസ് വൈക്കൽ, കൺവീനറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട K എബ്രാച്ചൻ, മറ്റ് കൗൺസിൽ അംഗങ്ങൾ ഏവരെയും, അതുപോലെ കൊയർ അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചില അറിയിപ്പുകൾ ഉള്ളത് പ്രസ്താവിച്ചു കൊള്ളട്ടെ. നാളെ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് സുവിശേഷ വേലയ്ക്കായി പ്രതിഷ്ഠിക്കുന്ന കുട്ടികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ ആയൂർ ശാലയും മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അഭിനന്ദ തിരുമനസ്സുകൊണ്ട് നേതൃത്വം നൽകുന്നതായിരിക്കും. ഏവരും വന്ന് സംബന്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ 9:30 പന്തലിൽ വെച്ച് സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മീറ്റിംഗ് നടത്തപ്പെടുന്നു. ഭദ്രാസനത്തിലെ എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ പ്രത്യേക മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുവാൻ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു. ഇന്ന് അഭിനന്ദ തിരുമേനിയുടെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം സ്നേഹതീരം പ്രോജക്റ്റിൻ്റെയും നൈർമല്യ ഡി-അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ് സെൻറ്ററിൻ്റെയും പ്രസ്താവനകൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന്മാർ ഇവിടെ പ്രസ്താവിക്കുന്നതാണ്. അതിനെ തുടർന്ന് നമ്മുടെ ഭദ്രാസന സൺഡേ സ്കൂളിൻ്റെ ഒരു ത്രൈമാസിക സ്നേഹിതൻ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നതും ആയിരിക്കും. ഇന്നലെ ക്രമീകരണം ചെയ്തതുപോലെ തന്നെ ഇന്നും വൈകുന്നേരം മടങ്ങിപ്പോകുന്നതിന് വാഹന ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്നും അഞ്ചൽ, ആലഞ്ചേരി, കരുകോൺ, ഇലത്തണ്ട്, മീൻകുളം വഴി ആനക്കുളത്തേക്ക് പോകുവാൻ സിൻഡ ബസ് നമ്പർ 1 ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചെപ്ര, പാറങ്കോട്, മത്തായിമുക്ക് തുടങ്ങിയ സ്ഥലത്തേക്ക് പോകുവാൻ സിൻഡ ബസ് നമ്പർ 2 ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്നും ആയൂർ ജംഗ്ഷനിലേക്ക് പോകുന്നതിന് നമ്മുടെ കോളേജ് ബസ് നമ്പർ 5 ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആയൂർ വഴി കുളത്തൂപ്പുഴ ഭാഗത്തേക്ക് പോകുന്നവർക്ക് വേണ്ടി ബസ് നമ്പർ 3, കോളേജ് ബസ് നമ്പർ 3 ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ക്രമീകരണങ്ങളിൽ ഏവരും സഹകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടുകൂടി വചന കേൾവിക്കായി നമ്മെ തന്നെ ഒരുക്കാം. ദൈവം ഈ രാത്രി നമുക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, ദൈവജനമേ, ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ സമൂഹം ഒറ്റപ്പെടുത്തുന്ന HIV എയ്ഡ്സ് രോഗബാധിതരുടെയും കുടുംബങ്ങളുടെയും പുനരധിവാസത്തിനായി 2000 ആരംഭിച്ച കരുതൽ പദ്ധതിയാണ് സ്നേഹതീരം. രോഗത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലം രോഗാവസ്ഥയിലാകുന്ന വ്യക്തികളോടും അവരുടെ കുടുംബങ്ങളോടും സമൂഹം പുലർത്തുന്ന മുൻവിധിയോടുള്ള അവഗണന അവർക്ക് വേദന സമ്മാനിക്കുന്നു. മാർത്തോമ സഭാംഗമായ ഒരു കുടുംബത്തിന് നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും മധ്യത്തിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് തമിഴ്നാട്ടിൽ മഞ്ഞാലമ്മൂട് കേന്ദ്രമാക്കി ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്ന് 160 കുടുംബങ്ങൾക്ക് ആശാകേന്ദ്രമായി രൂപാന്തരപ്പെടുന്നു. നീറുന്ന ജീവിത അനുഭവങ്ങളാണ് ഓരോ സ്നേഹതീരം കുടുംബാംഗങ്ങൾക്കും പങ്കുവെക്കുവാനുള്ളത്. അവയിൽ ഒന്ന് ഇവിടെ സ്മരിക്കട്ടെ. രാജൻ ബോംബെയിൽ ജോലി ചെയ്തു വരുമ്പോൾ HIV എയ്ഡ്സ് രോഗത്തിന് അടിമപ്പെട്ടു. സ്വഭവനത്തിൽ എത്തി 1 വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ മകളെ ഒരു നോക്ക് കണ്ട് ആത്മഹത്യ ചെയ്യാം എന്ന തീരുമാനത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിയെത്തി. രോഗവിവരം ഭാര്യയോട് പങ്കുവെക്കുമ്പോൾ കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തി. എന്നാൽ ദൈവിക ഇടപെടൽ മൂലം പിഞ്ചു കുഞ്ഞിനെ കരുതി ആ തീരുമാനത്തിൽ നിന്നും അവർ പിന്മാറി. പിന്നീട് കുറേ വർഷങ്ങൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ സമൂഹത്തെ അഭിമുഖീകരിക്കാനാവാതെ ജീവിച്ചു. അവരിലേക്ക് സ്നേഹതീരത്തിൻ്റെ കരുതലും പരിചരണവും എത്തി. അന്നത്തെ കുഞ്ഞുമകൾ ഇന്ന് BSc നഴ്സിംഗിന് പഠിക്കുന്നു. ഇന്നലകളെ നോക്കി അവർ സാക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിൽ സ്നേഹം കരുത്തും ഉത്തേജനവും പകർന്നു നൽകിയെന്ന്. നിറം മങ്ങിയ ഇന്നലകളെ നിറച്ചാർത്തുള്ള ഇന്നാക്കി മാറ്റിയ സ്നേഹതീരത്തെ സ്നേഹതീരം കുടുംബാംഗങ്ങൾ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിലൂടെ കർത്തൃസ്നേഹത്തെ സ്നേഹതീരവും സഭയും കുടുംബാംഗങ്ങളും ഒരുപോലെ രുചിച്ചറിയുന്നു. സ്നേഹതീര കുടുംബാംഗങ്ങളുടെ മക്കളുടെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹഗിരി. 150 കുട്ടികൾ സ്നേഹഗിരിയുടെ കരുതൽ അനുഭവിക്കുന്നു. സ്വഭവനത്തിലും വിവിധ ഹോസ്റ്റലുകളിലുമായി കുട്ടികൾ സംരക്ഷിക്കപ്പെടുന്നു. മഞ്ഞാലമൂട്, മണ്ണന്തല എന്നീ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി കുടുംബ കൂട്ടായ്മകൾ, കുടുംബാംഗങ്ങളുടെ ഭവനങ്ങളിൽ ഭവന കൂട്ടായ്മ, എല്ലാ മാസവും 160 കുടുംബങ്ങൾക്കുള്ള ന്യൂട്രീഷൻ കിറ്റ് വിതരണം, സ്വയം സഹായ സംഘങ്ങൾ, കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ, കുടുംബ ശാക്തീകരണ പദ്ധതികൾ, ലഹരി വിമോചന പദ്ധതികൾ, കുട്ടിക്കൂട്ടങ്ങൾ, വിദ്യാഭ്യാസ കരുതൽ പദ്ധതികൾ, മൈ പ്ലാൻ ഫോർ ടുമാറോ കേന്ദ്രീകരിച്ചുള്ള കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ, ബോധവൽക്കരണ പരിപാടികൾ, ഭവന നിർമ്മാണ സഹായ പദ്ധതി, ടോയ്ലറ്റ് നിർമ്മാണം തുടങ്ങി വിവിധ പരിപാടികളിലൂടെ ദൈവകൃപയുടെ കരസ്പർശം കുടുംബാംഗങ്ങൾക്ക് നൽകി വരുന്നു. സ്നേഹതീരം പദ്ധതിയുടെ 14ാമത് വാർഷികവും സ്നേഹഗിരി പദ്ധതിയുടെ 5ാമത് വാർഷികവും 2014 ഡിസംബർ മാസം 10-ാം തീയതി പേരൂർക്കട എബനേസർ മാർത്തോമ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റിന്റെ ആതിഥേയത്വത്തിൽ നടത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട മന്ത്രി അടൂർ പ്രകാശ് വാർഷിക മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇടവകയോടുള്ള നന്ദി അറിയിക്കുന്നു. അഭിനയ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ കരുതലും നേതൃത്വവും സ്നേഹതീരം പദ്ധതികൾക്ക് കരുത്ത് പകരുന്നു. ഡാലസ് ഫാർമേഴ്സ് ബ്രാഞ്ച് ഇടവകയുടെയും സഭയിലെ മറ്റ് ഇടവകളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സാമ്പത്തിക സഹായമാണ് സ്നേഹതീരം പദ്ധതികൾക്ക് പ്രധാന വരുമാന മാർഗം. പോഷകാഹാര കിറ്റുകൾക്ക് തന്നെ പ്രതിമാസം 60,000 രൂപ ചെലവ് വരുന്നു. സ്നേഹതീരത്തിൻ്റെ സ്റ്റാൾ സന്ദർശിച്ച് സാമ്പത്തിക സഹായങ്ങൾ നൽകാവുന്നതാണ്. സ്നേഹതീരം പദ്ധതികൾക്ക് ലഭിക്കുന്ന പിന്തുണകൾക്ക് ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും തുടർന്നും പ്രാർത്ഥനയിൽ സ്നേഹതീരത്തെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഈ അവസരം നൽകിയതായ അഭിനയ തിരുമേനിയോടും ഇതിന്റെ ചുമതലക്കാരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ റിപ്പോർട്ട് ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വൈദികരെ, സുവിശേഷകരെ, വിശ്വാസികളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിലൂടെ ജീവിത മൂല്യങ്ങൾക്ക് ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ സമൂഹത്തെ നല്ല ജീവിതശീലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന മാർത്തോമാ സഭയുടെ ദൗത്യം ഏറ്റെടുക്കലിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഫലമാണ് തിരുവനന്തപുരം നഗര അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പേയാട് നൈർമല്യ ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ് സെൻ്റർ. 2000 ആണ്ടിൽ സ്ഥാപിതമായ ഈ സെൻ്ററും വിവിധ തരത്തിൽ ശാരീരിക മാനസിക വ്യഥ അനുഭവിക്കുന്നവർക്ക് കരുതലും ആശ്വാസമേകിക്കൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്നു. സമൂഹത്തിൻ്റെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ സെൻ്റർ പ്രധാനമായും ലഹരി ആസക്തിക്ക് അടിമപ്പെട്ടവരുടെയും മാനസിക രോഗികളുടെയും ഇടയിൽ ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഹോം കെയർ ഫോർ മെൻ്റലി ചലഞ്ച്, ഡി അഡിക്ഷൻ മിനിസ്ട്രി എന്നിവയാണ് സെൻ്ററിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഹോം കെയർ പ്രോജക്റ്റിലൂടെ സാധുക്കളായ 23 മാനസിക ആശ്വാസം അനുഭവിക്കുന്ന രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ആവശ്യമായ പരിചരണവും ചികിത്സാ സഹായവും നാം നൽകി വരുന്നു. എല്ലാ മാസവും ഇവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നു. ഡി അഡിക്ഷൻ മിനിസ്ട്രിയിലൂടെ ലഹരി വിമോചന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. നമ്മുടെ ക്യാമ്പിലൂടെ അനേകം ആളുകൾ ഇന്ന് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ച് സൗഖ്യജീവിതം നയിക്കുന്നു. കൗൺസിലിംഗ് ക്രമീകരിക്കുന്നു. മിഷൻ സെൻ്ററുകൾ, കോളനികൾ എന്നിവ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുന്നു. മീറ്റിങ്ങുകൾ, ഫോളോ അപ്പ് മീറ്റിങ്ങുകൾ എന്നിവ ക്രമീകൃതമായി നടത്തിവരുന്നു. ലഹരി നിരോധനത്തേക്കാൾ ഫലവത്താകുക ലഹരി വർജനമാണ് എന്ന തിരിച്ചറിവാണ് പരിമിതമായ സൗകര്യങ്ങളിലായിരുന്ന ഡി അഡിക്ഷൻ സെൻ്ററിനെ വിപുലീകരിക്കുവാൻ തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനമായി തീരുമാനിച്ചത്. 2013 സെപ്റ്റംബർ 14 ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് തിരുമേനിയാൽ ആ ഉദ്യമത്തിന് ശിലാസ്ഥാപനം ചെയ്യപ്പെട്ടു. 12 മാസ കാലയളവ് കൊണ്ട് പണി പൂർത്തീകരിക്കുകയും 2014 ഡിസംബർ 13 അഭിവന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തയാൽ കൂദാശ പുതിയ കെട്ടിടത്തിന് നിർവഹിക്കപ്പെടുകയും ചെയ്തു. അന്നേ ദിവസം നടന്ന പൊതുസമ്മേളനത്തിൽ അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത വഹിക്കുകയും കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ മുഖ്യപ്രഭാഷണം നടത്തുകയും അഭിവന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. തദവസരത്തിൽ ബഹുമാനപ്പെട്ട കേരള ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ എൻ ശക്തൻ സന്ദേശം നൽകിയും ഭദ്രാസനത്തിൻ്റെ പ്രോജക്റ്റായിരിക്കുന്ന മാർത്തോമ ഏജൻസി ഫോർ നീഡി ആൻഡ് സഫറിംഗ് മനസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനേകം ജീവിതങ്ങൾക്ക് ആശ്വാസമേകുവാൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ ഭാവി പരിപാടികൾ സ്ഥിരമായി ഡി അഡിക്ഷൻ ക്യാമ്പുകൾ നടത്തുക, ഒരു മികച്ച കൗൺസിലിംഗ് സെൻ്ററായി ഈ സെൻ്ററിനെ വളർത്തിക്കൊണ്ടുവരിക, വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും വിവാഹിതരായവർക്കും വേണ്ടി പ്രീ മാരിറ്റൽ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് ക്രമീകരിക്കുക, ഡി അഡിക്ഷൻ മേഖലയിലെ ഒരു പഠന കേന്ദ്രമായി സെൻ്ററിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിവയാണ്. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് ഏവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹകരണം എല്ലാവരും നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു. അഭിവന്യ തിമത്തിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള ഏവരുമേ ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന സൺഡേ സ്കൂളിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ വെച്ച് അഭിവന്യ തിമത്തിയോസ് തിരുമേനിയുടെ മനസ്സിൽ വന്നതായിട്ടുള്ള ഒരു ആശയമാണ് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മാസിക പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. ഈ മാസികയ്ക്ക് പല പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. എങ്കിലും ഏറ്റവും അനുയോജ്യമായി ഭദ്രാസന സൺഡേ സ്കൂൾ കമ്മിറ്റിക്ക് തോന്നിയത് സ്നേഹിതൻ എന്ന പേരാണ്. ഈ പേര് നിർദ്ദേശിച്ചതും അഭിവന്യ തിമത്തിയോസ് തിരുമേനി തന്നെയാണ്.
അങ്ങനെ ഈ സ്നേഹിതൻ എന്ന് പറയുന്ന മാസിക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു സ്നേഹിതനും വഴികാട്ടിയുമായി പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രതിയാണ് ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോൺസൺ വർഗീസ് അച്ഛൻ, ശ്രീ സജി മരിയാപുരം, ശ്രീ ജോസ് പി വായ്ക്കൽ, ശ്രീ ജോസ് തോമസ്, ശ്രീ കെ ഈശോ എന്നിവരോടും, ഇത് സ്പോൺസർ ചെയ്ത് സഹായിച്ചതായിട്ടുള്ള AV മാർബിൾസ് ഉടമയും ശ്രീകാര്യം ഇടവാങ്ങുവുമായ ശ്രീ വി വർഗീസിനോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ ഈ മാസിക വാങ്ങിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വാർഷിക വരിസംഖ്യ 30 രൂപയാണ്. ഒരു വർഷം 4 ലക്കങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് സ്റ്റോളുകൾ സന്ദർശിക്കുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും. അഭിമന്യ തിരുമേനിയെ ഇത് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. കൺവെൻഷൻ ഗീതങ്ങളിൽ 28ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ഈ വർഷം പാട്ടുപുസ്തകം ചേർത്തിരിക്കുന്ന പുതിയ ഗാനമാണ്. ചേർന്ന് പാടുവാൻ ശ്രമിക്കുമല്ലോ. കൺവെൻഷൻ ഗീതങ്ങളിൽ 28ാമത്തെ ഗീതം. ജീവനുള്ള
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹീതമായ സന്ധ്യാസമയം ഞങ്ങൾക്ക് നീ ദാനമായി തന്ന നിന്റെ കാരുണ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ കർത്താവേ, ഈ ആഴ്ച ഞങ്ങൾ നിന്റെ വചനം ഈ പ്രദേശത്ത് കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ. ഈ രാത്രിയിലും നിന്റെ വചനത്തിൽ കൂടെ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ അടിയനെയും ദൈവത്തിനെ സേവിക്കുന്ന വിലയേറിയ നിന്റെ മക്കളെയും നീ കാത്തുകൊള്ളണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. അഭിവന്യ തിരുമേനി, ഭദ്രാസന സെക്രട്ടറി ഷിബു അച്ഛൻ, ആദരണീയരായിരിക്കുന്ന അച്ഛന്മാരെ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ പുതിയ സ്ഥലത്തുള്ളതായിരിക്കുന്ന കൺവെൻഷൻ, ആദ്യ കൺവെൻഷൻ അല്ല, എന്നാൽ സ്ഥലം മറ്റൊരു വ്യത്യസ്ത സ്ഥലമാണല്ലോ. നടക്കുന്ന ഈ കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചതൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. ഈ വലിയ പദവി നൽകിയ അഭിമന്യ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശം എത്ര അനുഗ്രഹകരമായിരിക്കുന്നു. അവിടെ കാണുവാനായിട്ടും ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. വരാനായിട്ടുള്ളൊരവസരം ലഭ്യമായി. നമ്മുടെ സഭയ്ക്ക് ഇത്ര അനുഗ്രഹീതമായ ഒരു സാഹചര്യം ലഭിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അധികം ആമുഖങ്ങൾക്കൊന്നും സമയം അനുവദിക്കപ്പെട്ടിട്ടില്ല. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമ്മൾ ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം അനുഗ്രഹീതമായി പല മേഖലകളിൽ കൂടെ കേൾക്കുകയായിരുന്നു. ഇതുപോലുള്ളതായിരിക്കുന്ന കേൾവി ഇന്ന് സർവ്വസാധാരണമാണ്. 24 മണിക്കൂറും നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അവസരം സിദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ധാരാളം കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. അതിന് തക്കതായിരിക്കുന്ന ഗുണപരമായിരിക്കുന്ന ഒരു മാറ്റം ഈ കേൾവിയിൽ കൂടെയും പങ്കിടുന്നതിൽ കൂടെയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അത് പ്രയോജനമായി തീരുകയുള്ളൂ. അതിനെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ഹോളിവുഡ് ചിത്രമാണ് ദ 10 കമാൻഡ്മെന്റ്സ്. ആ ചിത്രത്തിൻ്റെ സെറ്റിങ്സ് ഇന്ന് ഹോളിവുഡിൽ അതുപോലെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. 40 ദിവസം ദൈവ സംസർഗത്തിൽ ചെലവഴിച്ചതിന് ശേഷം സീനായ് പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുന്ന മോശയെ കണ്ടുകൊണ്ട് താഴ്വരയിൽ നിൽക്കുന്ന മോശയുടെ ഭാര്യ സിപ്പോറ മോശയെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു വാചകം വേദപുസ്തകത്തിലുള്ള വാക്കല്ല, ആ സിനിമാ സംവിധായകൻ ചേർത്ത ഒരു വാചകമാണ്. വളരെ ശ്രദ്ധേയമാണ്. സിപ്പോറ പറയുന്നത് മോശയെ കണ്ടുകൊണ്ട്, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. അവൻ യഥാർത്ഥമായി ദൈവത്തെ കണ്ടു. മോശ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വാക്കും പറയുന്നില്ല. പർവ്വതത്തിലായിരുന്ന സമയത്തും മോശ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. പക്ഷേ മോശയുടെ ഭാവാദികളിൽ വന്ന വ്യത്യാസം കണ്ടുകൊണ്ട് താഴ്വരയിൽ നിന്ന് സിപ്പോറ പറയുകയാണ്, അവൻ യഥാർത്ഥമായി ദൈവത്തെ കണ്ടു. ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ഈ കൺവെൻഷൻ കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോകുന്ന സമയത്ത് നമ്മെക്കുറിച്ച് നാം പറയാതെ തന്നെ മറ്റുള്ള ആളുകൾ പറയുവാനിടയാകണം. ദേ ഹാവ് റിയലി സീൻ ദെയർ ഗോഡ്. അവർ യഥാർത്ഥമായി അവരുടെ ദൈവത്തെ കണ്ടു, അറിഞ്ഞു, മനസ്സിലാക്കി.
അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് സിദ്ധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ രാത്രിയിലത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ദീർഘമായ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ അത് വായിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 6-7 അധ്യായങ്ങൾ ആദിമ സഭയുടെ സൂര്യ തേജസ്സും ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയുമായ സ്തേഫാനോസിനെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണമാണ്. നമ്മൾ സഭാ കലണ്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ, അതായത് ജനുവരി 8 സ്തേഫാനോസിന്റെ നാൾ എന്ന പേരിലാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് പള്ളികളുടെയും മറ്റ് ദേവാലയങ്ങളുടെയും ഒക്കെ പടിക്കൽ വലിയ ബാനർ അല്ലെങ്കിൽ വലിയ ആർച്ചിലൊക്കെ സ്തേഫാനോസ് സഹദായുടെ തിരുനാൾ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സഭാ കലണ്ടറിലും അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദിമ സഭയുടെ ശക്തനായിരിക്കുന്ന വക്താവും രക്തസാക്ഷിയുമായിരിക്കുന്ന സ്തേഫാനോസ്, ഇന്നലെ നമ്മൾ അത് ആചരിക്കുകയാണ്. നമ്മൾ പ്രത്യേക ആരാധനയൊന്നും ക്രമീകരിച്ചില്ലെങ്കിലും നമ്മളത് അനുസ്മരിക്കുന്നുണ്ട്. ആരായിരുന്നു ഈ സ്തേഫാനോസ്? ആദിമ സഭയുടെ ചരിത്രത്തിൽ നിർണായകമായിരിക്കുന്ന സ്വാധീനം ചെലുത്തിയതായ ഒരു ധീര സേനാനിയായിരുന്നു സ്തേഫാനോസ്. എന്നാൽ സ്തേഫാനോസിന്റെ മാതാപിതാക്കന്മാർ, കുടുംബ പശ്ചാത്തലം, സഹോദരങ്ങൾ തുടങ്ങിയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വേദപുസ്തക രേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്തേഫാനോസ്. സാധാരണ രക്തസാക്ഷികളെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്: രക്തസാക്ഷിയേക്കാൾ വലുത് രക്തസാക്ഷിയുടെ അമ്മയാണ്. ഞാനത് അല്പം കൂടെ മാറ്റി പറയുന്നു: രക്തസാക്ഷിയേക്കാൾ വലുത് രക്തസാക്ഷിയുടെ മാതാപിതാക്കന്മാരാണ്. അതിൻ്റെ അർത്ഥം, നല്ല അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പാരമ്പര്യത്തിൽ, പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ടു എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു സാഹസികമായിരിക്കുന്ന അനുഭവങ്ങൾക്ക് ഒരാൾ പ്രാപ്തനാകൂ. അതുകൊണ്ടാണ് രക്തസാക്ഷിയേക്കാൾ വലുത് രക്തസാക്ഷിയുടെ അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരാകുന്നുവെന്ന് പറയാൻ സാധിക്കുന്നത്. ഇത്രയധികം ശ്രേഷ്ഠമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഈ ചരിത്രം വളരെ ആവശ്യമാണ്. ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടിയും ക്രിസ്തീയ വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനും വളരെ ധീരമായി, സാഹസികമായി ശ്രമിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ത്യോക്യൻ പാരമ്പര്യമുള്ളതായിരിക്കുന്ന സഭകളിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ പ്രാരംഭ ഭാഗത്ത് ഒരു ഗീതം അവർ പാടാറുണ്ട്: ലോകം താതാ സഹോദരർ ജാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ച് യേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാകാലം സ്മരണം ചെയ്വത് നന്നേറ്റം. അപ്പോൾ ലോകത്തെയും മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും ഒക്കെയും വിസ്മരിച്ച് കർത്താവിനു വേണ്ടി രക്തസാക്ഷികളായിരിക്കുന്ന അല്ലെങ്കിൽ സഹദേന്മാരെ സ്മരണം ചെയ്വത് നന്നേറ്റം എന്നുള്ളതായ ഗീതം പാടിയാണ് അന്ത്യോക്യൻ പാരമ്പര്യമുള്ളതായ വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന സംഗതിയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രമാണങ്ങളെയും തത്വശാസ്ത്രത്തെയും ദൈവശാസ്ത്രത്തെയും സ്തേഫാനോസ് വളരെ മനോഹരമായി 7-ാം അധ്യായത്തിലെ തൻ്റെ പ്രഭാഷണത്തിൽ പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിക്കുന്നതായിരിക്കുന്ന ഒരു പഠിതാവിനെ അസ്വസ്ഥമാക്കുന്ന ഒരു വിഷയമുണ്ട്. എങ്ങനെയാണ് സ്തേഫാനോസ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്? സ്തേഫാനോസിന്റെ കുടുംബ പശ്ചാത്തലം നമുക്കറിയാൻ പാടില്ല എന്നുള്ളത് വിസ്മയം ജനിപ്പിക്കുന്നതാണ്. അതിനേക്കാൾ പഠിതാവിനെ അസ്വസ്ഥമാക്കുന്നതാണ് ഏത് വിധത്തിലാണ് സ്തേഫാനോസ് ഈ ക്രിസ്തീയ വിശ്വാസത്തെ അറിഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത്. കാരണം ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് വളരെ ഗൗരവമായിരിക്കുന്ന ചിന്ത, വളരെ ആഴമായ തത്വചിന്ത, വളരെ ആഴമായ ദൈവശാസ്ത്ര വിശദീകരണം സ്തേഫാനോസ് 7-ാം അധ്യായത്തിലെ പ്രഭാഷണത്തിൽ നൽകുന്നുണ്ട്. അതെല്ലാം വേദപുസ്തക എഴുത്തുകാർ ഒരർത്ഥത്തിൽ ഒരു സസ്പെൻസിൽ നിലനിർത്തിക്കൊണ്ട് ഈ വ്യക്തിത്വത്തെ മനോഹരമായി അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുവാനായിട്ട് സാധ്യമല്ല എങ്കിലും സ്തേഫാനോസിന്റെ പ്രഭാഷണത്തിൽ കൂടെ ഈ മഹത് വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
സ്തെഫാനോസ് എന്ന നാമത്തിൻ്റെ അർത്ഥം കിരീടം എന്നാണ്. വേദപുസ്തകത്തിലെ നാമങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, എല്ലാ നാമവും എഴുതി സമമിടുകയാണെങ്കിൽ ഒരർത്ഥമുണ്ട്. സ്റ്റെഫനോസ് എന്നുള്ളതായിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അല്ലെങ്കിൽ ഈ കിരീടത്തിൻ്റെ അർത്ഥം വിജയശ്രീലാളിതരായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഔന്നത്യം വരിക്കുന്നതായിരിക്കുന്ന ആളിന് മാത്രം കൊടുക്കുന്നതായിരിക്കുന്ന കിരീടമാണ്. നമുക്കറിയാം, BBS കഴിയുന്ന അവസരത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരു കിരീടം കൊടുക്കും. കാപ്പി കുടിച്ച് കഴിയുമ്പം കിരീടം വലിച്ചു കീറിക്കളയും. ഇത് അങ്ങനെയുള്ള കിരീടമല്ല, ഏറ്റവും ഔന്നത്യമുള്ളതായിരിക്കുന്ന പ്രത്യേകമായ അപൂർവമായി മാത്രം കൊടുക്കുന്ന കിരീടമാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ കിരീടത്തിന് പറയുന്നതായിരിക്കുന്ന പേരാണ് ഈ സ്തെഫാനോസിൻ്റെ മാതാപിതാക്കന്മാർ അദ്ദേഹത്തിന് ഇട്ടത്. അതാണ് സ്തെഫാനോസ് എന്നുള്ളതായിരിക്കുന്ന പേര്. ഇവിടെ സ്തെഫാനോസ് വളരെ ശക്തമായിട്ട് 7-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു വലിയ പ്രഭാഷണം നടത്തുകയാണ്. അബ്രഹാമിനെ വിളിക്കുന്ന സംഭവം മുതൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെയുള്ളതായിരിക്കുന്ന സംഭവങ്ങളെ തൻ്റെ ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കുകയാണ്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു വിഷയമാണ്. എന്നാൽ സ്തെഫാനോസ് അങ്ങനെയല്ല. സ്തെഫാനോസ് ചെയ്യുന്നത് അബ്രഹാമിനെ വിളിക്കുന്നതായ വേദപുസ്തകത്തിൻ്റെ ചരിത്രം മുതൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെയുള്ളതായ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷ വരെയുള്ളതായിരിക്കുന്ന സംഭവങ്ങളെ, സഹസ്രാബ്ദങ്ങളുടെ സംഭവങ്ങളെ തൻ്റെ പ്രഭാഷണത്തിന് വിഷയമാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തിത്വം എത്ര ആദരണീയനും ഉന്നതനുമായിരുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സ്തെഫാനോസ് സഭയുടെ ശുശ്രൂഷയിലേക്ക് വരുന്നതായിരിക്കുന്ന ചരിത്രം നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. സഭ വളരുന്നു. സ്വാഭാവികമായിട്ട് വിവിധ സംസ്കാരത്തിലും ഭാഷയിലും വിവിധ മതപശ്ചാത്തലത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എബ്രായ ഭാഷ സംസാരിക്കുന്നതായിട്ടുള്ള വിഭാഗത്തിലുള്ള ആളുകളും യവനായ ഭാഷ സംസാരിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലുള്ള ആളുകളും ഒന്നിച്ചു വന്നപ്പോൾ അവർക്ക് കൊടുത്തതായിരിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ അഗപ്പെ മീലിൽ ചില ഡിസ്ക്രിമിനേഷൻ, ചില പക്ഷപാതം കാണിച്ചു എന്ന് ഒരു പരാതി ഉണ്ടാവുകയും അത് അപ്പോസ്തോലന്മാരുടെ അടുക്കൽ എത്തുകയും ചെയ്തു. ഉടനെ അപ്പോസ്തോലന്മാർ പറയുന്നത്, ഈ വചനത്തിൻ്റെ ശുശ്രൂഷ വിട്ടിട്ട് മേശമേലുള്ളതായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് മേശമേലുള്ളതായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിങ്ങൾ 7 ആളുകളെ തിരഞ്ഞെടുക്കണം. അവരുടെ ക്വാളിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, ആ നിരയിൽ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യത്തെ പേരാണ് സ്തെഫാനോസിൻ്റെ പേര്. ഗ്രീക്കിൽ ഈ മേശ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് ടെപ്പെറ്റ്സ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിന് കേവലം ഭക്ഷണമേശ എന്നുള്ളതായിരിക്കുന്ന അർത്ഥം മാത്രമല്ല, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം എന്നുള്ളതായിരിക്കുന്ന അർത്ഥമുണ്ട്. വ്യക്തമായി ഗ്രീക്ക് ഡിക്ഷണറിയിൽ അത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ഉയർന്ന ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ അവർ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നത് ഇന്ന മേശ എന്നാണ്. അതിൻ്റെ അർത്ഥം ആ മേശയുടെ പുറകിൽ ഇരിക്കുന്ന ആൾ അത് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേവലം ഭക്ഷണം കൊടുക്കുന്നതായിരിക്കുന്ന ജോലി മാത്രമെന്ന് നമുക്ക് പറയാൻ, പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. സഭയുടെ ഒരു ഭരണ വ്യവസ്ഥിതിയിലേക്ക് ഈ സ്തെഫാനോസ് പ്രവേശിക്കുകയാണ്. എന്നാൽ അധികം നാൾ അങ്ങനെ സ്തെഫാനോസ് ആ ശുശ്രൂഷ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. വളരെ വിശ്വസ്തയോടുകൂടി ആ സ്ഥാനത്ത് പ്രവർത്തിച്ചതുകൊണ്ട് ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തേക്ക് സ്തെഫാനോസ് ഉയർത്തപ്പെടുകയാണ്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ബലഹീനമായിരുന്ന ആദ്യ സഭയുടെ ഒരു ഡിഫൻഡറായിട്ട്, സഭയെ സംരക്ഷിക്കുന്നതായിരിക്കുന്ന, സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് സ്തെഫാനോസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. സ്തെഫാനോസ് പറഞ്ഞതും സ്തെഫാനോസിൻ്റെ വാക്കുകളുമൊക്കെ അന്നത്തെ ഭരണാധികാരികൾക്ക്, മഹാപുരോഹിതന്മാർക്ക്, അന്നുണ്ടായിരുന്നതായിരിക്കുന്ന ന്യായാധിപ സംഘത്തിനൊന്നും ഇഷ്ടമായില്ല. അതുകൊണ്ട് സ്തെഫാനോസിനെ നിഗ്രഹിക്കാൻ തന്നെ അവർ ആഗ്രഹിച്ചു. സ്തെഫാനോസിൻ്റെ ഒരു വലിയ പ്രഭാഷണം കഴിയുമ്പോൾ സ്തെഫാനോസ് മരണപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ അതിശയകരമായിട്ട് നമുക്ക് തോന്നും. സ്തെഫാനോസ് പറയുന്നതായിരിക്കുന്ന ഓരോ വാക്കുകളും പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് ഫുൾ സ്റ്റോപ്പിന് പകരമായിട്ട് തനിക്ക് ലഭിക്കുന്നത് ഓരോ കല്ലുകളാണ്. തൻ്റെ ദേഹത്തെ കല്ലുകൾ പതിക്കുകയാണ്.
എന്നാൽ ഈ സ്തേഫാനോസിന്റെ മരണം കണ്ടുകൊണ്ട് വളരെ ദൂരെ ഒരാള് കല്ലെറിയുന്നതായിരിക്കുന്ന ആളുകളുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശൗൽ എന്ന് പറയുന്ന ഒരു യുവാവ്. ഈ മരണം മുഴുവൻ അദ്ദേഹം ശ്രദ്ധിച്ചു. സ്തേഫാനോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. അത് മാത്രമല്ല, അവിടെ നമ്മൾ കാണുന്നുണ്ട്, സ്തേഫാനോസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഇരിക്കുന്നതായ ദൈവസങ്കല്പമാണ് വേദപുസ്തകത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ യേശു നിൽക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്കൊരു ആത്മീയ അർത്ഥം കൊടുക്കാം. തനിക്ക് വേണ്ടി രക്തസാക്ഷിയാകുന്നതായിരിക്കുന്ന ഈ സ്തേഫാനോസിനെ സ്വീകരിപ്പാനായിട്ട് ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുന്നതായിരിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. ഈ കാഴ്ച ഈ യുവാവിനെ വളരെയധികം അസ്വസ്ഥനാക്കി. പലപ്പോഴും അപ്പോസ്തലനായ പൗലോസ് എവിടെയാണ് മാനസാന്തരപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും ദമസ്കോസിന്റെ പടിവാതിലാണ്. എന്നാൽ ഞാൻ പറയുന്നതല്ല. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ സ്തേഫാനോസിന്റെ മരണം കണ്ട അവസരത്തിൽ വളരെ അസ്വസ്ഥമാകുന്ന ഒരു തീപ്പൊരി ഈ ശൗൽ എന്ന യുവാവിന്റെ ഹൃദയത്തിൽ വീണു. അതാണ് ദമസ്കോസിന്റെ പടിവാതിലിൽ ഒരു വലിയ അഗ്നിഗോളമായിട്ട് തീർന്നത്. അവിടെ തുടങ്ങിയ അസ്വസ്ഥതയാണ് ഈ ശൗലിന്. ഈ അന്വേഷണമാണ് ശൗലിനുണ്ടായത്. ആ ശൗലിന്റെ അന്വേഷണമാണ് പൗലോസ് എന്ന മഹാപ്രതിഭയിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ സ്തേഫാനോസിന്റെ മരണം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അതിൻ്റെ ചാരത്തിൽ നിന്ന് അതിനേക്കാൾ ഉജ്ജ്വലനായിരിക്കുന്ന ഒരാളിനെ സംഭാവന ചെയ്തിട്ടാണ് അദ്ദേഹം തിരോധാനം ചെയ്യുന്നത്. കാരണം സ്തേഫാനോസ് മാറുന്ന സ്ഥാനത്ത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സഭയുടെ ശില്പിയും പണിക്കാരനുമായിരിക്കുന്ന പൗലോസിനെ നൽകിയിട്ട് സ്തേഫാനോസ് മാറുകയാണ്. ഈ 7-ാം അധ്യായത്തിൽ വളരെ ഗാംഭീര്യമുള്ളതായിരിക്കുന്ന ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഞാൻ ഈ സ്തേഫാനോസിന്റെ പ്രഭാഷണത്തിലെ ചില ചിന്തകൾ വളരെ ചുരുങ്ങിയ വാക്കുകളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഇവിടെ സ്തേഫാനോസ് പറയുന്നത് വഴി കാണിച്ചു തരുന്ന ദൈവത്തെക്കുറിച്ചാണ്. ദ ഗോഡ് ഹു ഷോസ് ദ വേ. 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. ഇത് നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന സംഭവമാണ്. അത് വീണ്ടും സ്തേഫാനോസ് ആവർത്തിക്കുകയാണ്. നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറയുന്നു. ഈ അബ്രഹാമിന്റെ യാത്രയെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ സാഹസികത നിറഞ്ഞ ഒരു യാത്രയാണ്. കാരണം അബ്രഹാമിനോട് ദൈവം സ്ഥലം പറഞ്ഞില്ല, ലക്ഷ്യം പറഞ്ഞില്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന വഴി പറഞ്ഞില്ല, യാതൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുമെന്ന് പറയുന്നു. നമ്മുടെ സാങ്കല്പികമായ ചിത്രത്തിൽ ഈ 90 വയസ്സുള്ളതായിരിക്കുന്ന അബ്രഹാമും അതിനടുത്ത് പ്രായമുള്ള സാറയും ഇറങ്ങി തിരിച്ച സാഹചര്യം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം നമ്മളെ അസ്വസ്ഥമാക്കും. കാരണം ഒരു ദിവസം രാവിലെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുക. ഒരാൾ അവരോട് ചോദിക്കുകയാണ്, അപ്പച്ചനും അമ്മച്ചിയും എങ്ങോട്ടാണ് പോകുന്നത്? ഉടനെ അവർ പറയാം, മക്കളെ ഞങ്ങൾ കുറച്ച് നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഞങ്ങളോട് ഇന്നലെ രാത്രിയിൽ പറഞ്ഞു ഞാൻ കാണിപ്പാൻ ഈ ദേശത്തേക്ക് പോകാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടും കൂടെ പോവുകയാണ്. ഉടനെ ആൾ അവിടെ നിന്നേച്ച് ചോദിച്ചു കാണും, അപ്പച്ച സോറി ഏതാ സ്ഥലം ഞാൻ കേട്ടില്ല. മക്കളെ സ്ഥലം പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ഉടനെ ആ ചോദിച്ച ആൾ അവിടെ നിന്നൊന്ന് ഊറി ചിരിച്ചിട്ട് പറഞ്ഞു കാണും, ഇന്നലെ വൈകിട്ട് രണ്ടുപേരും അവിടെ നിൽക്കുന്ന കണ്ട യാതൊരു കുഴപ്പമില്ലായിരുന്നു. എത്ര നേരം വേണം ഈ കുഴപ്പം വരാനായിട്ട്? ഉടുതുണിക്ക് മറുതുണിയില്ല, പാസ്പോർട്ടില്ല, വിസ ഇല്ല, പേഴ്സില്ല, യാതൊന്നും ഇല്ല. 99 വയസ്സുള്ളതായിരിക്കുന്ന ഒരു വല്യപ്പനും വല്യമ്മയും വഴിയറിയാതെ പോകുകയാണ്. പക്ഷേ ഇവിടെ ഈ അബ്രഹാമിനും സാറയ്ക്കും മേധാക്ഷയമോ അൽസമേഴ്സോ അല്ലെങ്കിൽ ബുദ്ധിഭ്രമമോ മാനസിക വികല്പമോ യാതൊന്നും ഉണ്ടായില്ല. ഇതാണ് സ്തേഫാനോസ് എടുത്തു പറയുന്നത്. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകൂ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി വഴി കാണിച്ചു തരുന്നതായ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ സ്തേഫാനോസ് പറയുന്നതാണ്, ദ ഗോഡ് ഹു ഷോസ് ദ വേ. തൻ്റെ മുമ്പിലുള്ളതായിരിക്കുന്ന ചെറിയ സഭയോട്, യാതൊന്നും പിൻബലമില്ലാത്ത സഭയോട്, യാതൊന്നും അഭിമാനിക്കാനില്ലാതിരുന്ന സഭയോട് പറയുകയാണ്, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം വഴി കാണിച്ചു തരുന്നവനായ ദൈവമാണ്.
നമ്മുടെ ജീവിതയാത്രയിൽ വ്യക്തമായ മാർഗം നമുക്ക് നൽകുന്ന ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലഘട്ടം വളരെയധികമായിട്ട് പുരോഗതിയുടെ അത്യുന്നത ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ വഴിയറിയാത്ത മനുഷ്യരെയാണ് നാം കാണുന്നത്, ലക്ഷ്യമറിയാത്ത മനുഷ്യരെയാണ് നാം കാണുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു സിനിമ തോപ്പിൽ ഭാസയുടെ ഉണ്ടായ അശ്വമേധം, ഈ നാടകമായിരുന്നു ആദ്യം. അത് ഈ സിനിമയിലെ നാടകത്തിൽ ഒരു മനോഹരമായ പാട്ടുണ്ട് വയലാറിൻ്റെ. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം, വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ ഞങ്ങൾ, വിധിയുടെ ബലിമൃഗങ്ങൾ ഞങ്ങൾ. ബലിക്കല്ലിലേക്ക് പോകുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ അറവുശാലയിലേക്ക് പോകുന്ന മൃഗങ്ങൾക്ക് എവിടോട്ടാണ് പോകുന്നതെന്ന് വഴിയറിയില്ല. അദ്ദേഹം പറയാണ്, ഇതുപോലെയാണ് മനുഷ്യർ, ഇതുപോലാണ് ലോകത്തുള്ള മനുഷ്യർ. അവർക്ക് വഴി അറിയാനായിട്ട് പാടില്ല. വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസിദ്ധമായ ഒരു സിനിമയാണല്ലോ എലിപ്പത്തായം. എലിപ്പത്തായത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്, എലിപ്പത്തായത്തിൽ അകപ്പെട്ടതായിരിക്കുന്ന എലിയെ പോലെയാണ് മനുഷ്യൻ. അതിനകത്ത് കിടക്കുന്ന കപ്പക്കഷണം അത് കടിച്ചുകൊണ്ട് കിടക്കും, പക്ഷേ ഒരു രക്ഷയുമില്ല പുറത്തു പോകാനായിട്ട്. അത് എലിയെ പിടിക്കുന്ന കാര്യമല്ല അതിൻ്റെ അകത്ത്. ഇതുപോലെ വഴിയടഞ്ഞതായിരിക്കുന്ന, മാർഗം നഷ്ടപ്പെട്ടതായ, പുറത്തേക്കുള്ള വാതിൽ നഷ്ടപ്പെട്ടതായിരിക്കുന്ന മനുഷ്യനെയാണ് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മാർഗമറിയാത്തതായിരിക്കുന്ന മനുഷ്യൻ. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം, ഇവിടെ അബ്രഹാമിനെ വിളിച്ചതായിരിക്കുന്ന ദൈവം വ്യക്തമായിട്ട് അവന് മാർഗം കാണിച്ചു കൊടുക്കുന്ന ദൈവമാകുന്നു എന്ന് ഇവിടെ സ്തേഫാനോസ് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 16-21 അധ്യായങ്ങളിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നും പരിത്യജിക്കപ്പെട്ട സാറയുടെ ദാസിയ ഹാഗറും തൻ്റെ മകൻ ഇസ്മായേലും മരുഭൂമിയിലാണ്, ബേർഷേബ മരുഭൂമിയിലാണ്. വേദപുസ്തകത്തിൽ മരുഭൂമി എന്ന് പറയുന്നത് കേവലം വരണ്ട ഒരു സ്ഥലമെന്നല്ല, ലക്ഷ്യരാഹിത്യത്തിൻ്റെ, മരണത്തിൻ്റെ, ഊഷരതയുടെ എന്നു വേണ്ട എന്തൊക്കെയുണ്ടോ നെഗറ്റീവായ കാര്യം, അതിൻ്റെ എല്ലാം സിമ്പലാണ്, പ്രതീകമാണ് മരുഭൂമി. അപ്പക്കഷണം തീർന്നു, വെള്ളം വറ്റി, മരണത്തിനായിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഹാഗറിനോട് പറയുന്നു, ഹാഗറെ, നീ കണ്ണു തുറന്ന് നോക്കിയാൽ നിനക്കൊരു നീരുറവ് കാണാനായിട്ട് സാധിക്കും. അവിടെ നാം വായിക്കുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു. ഒരുത്തരുടെയും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല അവൾ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ നീരുറവുണ്ടായി എന്ന്. പക്ഷേ നീരുറവിൻ്റെ അരികിലാണ് നീരുറവ് കാണാതെ അവൾ കിടന്നത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അവന് പോകേണ്ടതായിരിക്കുന്ന വഴിയെക്കുറിച്ചും മനസ്സിലാക്കേണ്ട ലക്ഷ്യത്തെക്കുറിച്ചും അവൻ അറിയാൻ പാടില്ല. കാരണം അവൻ കണ്ണു തുറന്ന് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ചിന്ത തന്നെയാകുന്നു നമുക്ക് യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരിലും കാണുന്നത്. യേശുക്രിസ്തുവിനോടുകൂടിയാണ് അവർ യാത്ര ചെയ്യുന്ന 3 നാഴിക ദൂരമുള്ള എമ്മൗസിലേക്ക്. യെരുശലേം എന്ന് പറയുന്ന സിറ്റി ഓഫ് പീസ് ആണ്. ഈ എമ്മൗസ് എന്ന് പറയുന്ന ഹോട്ട് സ്പ്രിങ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. വേണമെങ്കിൽ നമുക്ക് പറയാം, സമാധാനത്തിൽ നിന്നും ചൂട് നീരുറവയിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. പക്ഷേ നാം കാണുന്നു, സന്ധ്യ മയങ്ങുമ്പോൾ അവിടെ യേശുവിനെ അവർ ക്ഷണിക്കുന്നു. മാത്രമല്ല, അവിടെ കർത്താവിനെ ക്ഷണിച്ചിട്ട് അവർക്ക് അപ്പം നുറുക്കി അവിടെ കണ്ണു തുറന്നു. യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. അവരെവിടെ നിന്ന് പേടിച്ചു വന്നുവോ ആ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ തന്നെ അവർ മടങ്ങിപ്പോയി. ഇതിൻ്റെ അർത്ഥം നമ്മളെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ആ കാര്യം, നമ്മുടെ ജീവിതത്തിൽ വഴി അറിയുന്നതായിരിക്കുന്ന, മനസ്സിലാക്കുന്നതായ, കാണിച്ചു തരുന്നതായ ദൈവത്തെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നാം പോകേണ്ടതായിരിക്കുന്ന മാർഗം, നാം ചരിക്കപ്പെടേണ്ടതായിരിക്കുന്ന വഴി, ഇതിനെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വളരെ പ്രസിദ്ധനായിരിക്കുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പോപ്പ് സംഗീതത്തിനാണ് ക്ലിഫ് റിച്ചാർഡ്. വളരെ ഉന്നതനായിരിക്കുന്ന ആൾ. അദ്ദേഹം ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയപ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായി, ലക്ഷ്യം മനസ്സിലാകുന്നില്ല. എന്നാൽ അദ്ദേഹം ഒരിക്കൽ കർത്താവിനെ കണ്ടുമുട്ടി. യേശുവുമായുള്ള ഒരു അഭിമുഖീയ എൻകൗണ്ടർ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദ വേ ഐ സീ ഇറ്റ് നൗ, ഞാൻ ഇപ്പോൾ അറിയുന്നതായ വഴി. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യേശുക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകേണ്ട മാർഗത്തെക്കുറിച്ച് എന്നെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കിയത്. എന്നാൽ കർത്താവ് ഈ വഴിയെക്കുറിച്ച് അബ്രഹാമിന് പറഞ്ഞ് ദൈവം വഴിയായിരുന്ന് കാണിച്ചു കൊടുത്തെങ്കിൽ, യേശുക്രിസ്തു കുറച്ചുകൂടി അപ്പുറമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്.
അപ്പോൾ വഴി മാത്രമല്ല, സത്യമാണ്, ജീവനാണ്, യാഥാർത്ഥ്യമായിരിക്കുന്ന വഴിയായിട്ട് തീർന്നിരിക്കുന്നു. സ്തെഫാനോസ് പറയുന്നു, ദൈവം വഴി കാണിച്ചു തരുന്നവനായ ദൈവമാണ്. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിലേക്ക് നാം വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വഴി കാണിച്ചു തരുന്നവനായ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു ആത്മീയ അനുഭവം ഉണ്ടാകണം. രണ്ടാമതായിട്ട് നാം കാണുന്നത്, വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകുന്നു, ദൈവം വാഗ്ദാനങ്ങളെ നൽകുന്ന ദൈവമാണ്. ദ ഗോഡ് ഹു ഗീവ് പ്രോമിസസ്. നാം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വീടിൻ്റെ അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും അതിനെ അവകാശമായി നൽകുമെന്ന് അവനോട് വാഗ്ദാനം ചെയ്തു. അബ്രഹാമിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ദൈവം അബ്രഹാമിനോട് പറയുന്നത്, യാത്ര തിരിക്കുമ്പോൾ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തരയിലെ മണൽത്തരികൾ പോലെ വിസ്തൃതമാകും, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പക്ഷേ സാധ്യതകൾ മുഴുവൻ അസ്തമിക്കുന്നു, സാധ്യതകൾ മുഴുവൻ തീരുന്നതായ ഒരു സാഹചര്യം. ദൈവം പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള സന്ദേഹം അവിടെ ഉണ്ടായി. എന്നാൽ ഈ സന്ദേഹത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതാണ് സ്തെഫാനോസ് പറയുന്നത്. ദൈവം വാഗ്ദത്തം പറഞ്ഞവനാണെങ്കിൽ, പ്രോമിസ് നൽകിയവനാണെങ്കിൽ, ആ പ്രോമിസ് നിറവേറ്റുവാനായിട്ട് കഴിയുന്നവനായ ദൈവമാകുന്നു. ആ പ്രോമിസ് ദൈവം നിവർത്തിക്കുന്ന ദൈവമാകുന്നു എന്ന് പറയുകയാണ്. സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടതായിരിക്കുന്ന ചരിത്രത്തെ അവിടെ പറയുക അത്ര ചെയ്യുന്നത്. പ്രിയ സ്നേഹിതരെ, ദൈവം വാഗ്ദാനങ്ങൾ നൽകുന്ന ദൈവമാണ്. വാഗ്ദാനം നൽകുന്നതായ ദൈവം മാത്രമല്ല, ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നതായ ദൈവമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം, ലോകത്തിലെ ഒരു വലിയ സമൂഹം, യഹൂദ സമൂഹം എന്ന് പറയുന്നത്, അവർ ചില പ്രശ്നങ്ങളൊക്കെ ഇന്ന് ലോകത്തിലുണ്ടാക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ യഹൂദ സമൂഹം നിർണായകമായ ലോകചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയതായിരിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ 2 ഡിസ്ട്രിക്റ്റ് കൂടുന്ന നമ്മുടെ തൃശ്ശൂരും പാലക്കാടിൻ്റെ പകുതിയും മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം. പക്ഷേ ലോകത്തിൻ്റെ ഒരു വലിയ ശക്തിയായി തീർന്നു. ഈ ലോകത്തിലെ പ്രമുഖമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളും ലോകത്തിൽ സംഭാവന നൽകിയതായിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ 90% ആളുകളും യഹൂദന്മാരാണ്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പറച്ചിൽ തന്നെയുണ്ട്, ദ വേൾഡ് ഈസ് ബീങ് ലെഡ് ബൈ 4 ജൂയിഷ് യങ് മെൻ. 1, 30 വയസ്സുള്ള യേശുക്രിസ്തു. 2, ലോകത്തെ വളരെയധികം ആകർഷിച്ച കാർൽ മാർക്സ്, ചുവന്ന കൊടിയുടെ ശാസ്ത്രമല്ല ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. 3, ഐൻസ്റ്റൈൻ. 28-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അണുസിദ്ധാന്തം കൊണ്ടുവരുന്നത്. 4-ാമത്തെ ആള് സിഗ്മണ്ട് ഫ്രോയിഡ്, മനഃശാസ്ത്ര വിദഗ്ധൻ. ഈ 4 ഭാഗങ്ങളാണ് ലോകത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഒരു ചിന്തകൻ പറയുന്നത്. ഈ 4 പേര് യഹൂദന്മാരാണ്. ഞാൻ യഹൂദനെ പുകഴ്ത്തുവാൻ വേണ്ടി പറഞ്ഞതല്ല. ദൈവം പറഞ്ഞതായിരിക്കുന്ന വാഗ്ദത്തം വാസ്തവമായി നിറവേറ്റപ്പെട്ടതായിരിക്കുന്ന ഒരു ചരിത്രമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതവിടെ പറയുക അത്ര ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായിരിക്കുന്ന അനുഭവം. നമ്മുടെ പാവപ്പെട്ട കൊച്ചു സഭയെ ഈ വാഗ്ദാനങ്ങളിൽ മാത്രം വിശ്വസിച്ചതായിരിക്കുന്ന സഭയാണ്. നമുക്കറിയാം, ഇന്ന് റോയൽ കോടതി വിധിയുടെ ആഘോഷം അതിൻ്റെ ജൂബിലി അതിൻ്റെ വർഷങ്ങളുടെ ആഘോഷം നമ്മൾ നടത്തി. കാരണം തോറ്റതിൻ്റെ ചരിത്രം എന്താണ് നമ്മുടെ കൈമുതലായിട്ടുണ്ടായിരുന്നത്? ദൈവം പറഞ്ഞതായിരിക്കുന്ന കാര്യം മാത്രം. ബിഷപ്പ് സ്റ്റീഫൻ നീൽ നമ്മളെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, മാർത്തോമാ ചർച്ച് ഈസ് എ ചർച്ച് വിച്ച് ലോസ്റ്റ് എവരിതിങ് ആൻഡ് ഗെയിൻഡ് എവരിതിങ്. എല്ലാം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു സഭ, പക്ഷേ എല്ലാം നേടിയെടുത്തതായിരിക്കുന്ന സഭ. ഞാൻ എടുത്ത സമയത്ത് വേറൊരു ചരിത്രം പറയുന്നത് കേട്ടു. നമ്മുടെ തീത്യൂസ് തിഥിയൻ തിരുമേനി മാവേലിക്കര പള്ളിയിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇടദിവസങ്ങളിലൊരു ദിവസം റോയൽ കോടതി വിധി അറിയിക്കാനായിട്ട് ശിരസ്ത്രദാർ വർഗീസ് എന്ന് പറഞ്ഞ ഒരാള് അവിടെ വന്നു. തിരുമേനിയുടെ മുറിയുടെ മുമ്പിൽ ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ്. തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് തോറ്റു എല്ലിയോടോ? അദ്ദേഹം പറഞ്ഞു, തിരുമേനി തോറ്റു. തിരുമേനി ഉടനെ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്, തുറന്ന വേദപുസ്തകവും കരയാൻ കണ്ണിൽ കണ്ണുനീരുമുണ്ടെങ്കിൽ മാർത്തോമാ സഭ തോറ്റിട്ടില്ലടോ എന്ന് പറഞ്ഞു. തുറന്ന വേദപുസ്തകവും കരയാൻ കണ്ണുകളുമുണ്ടെങ്കിൽ മാർത്തോമാ സഭ തോറ്റിട്ടില്ല. എന്നാൽ പിന്നീട് ചരിത്രം വളരെ വ്യക്തമായിട്ടത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി. എല്ലാം നഷ്ടപ്പെട്ടതായിരിക്കുന്ന സഭ
ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ മാത്രം വിശ്വസിച്ച് യാത്ര ചെയ്തപ്പോൾ എല്ലാം നേടിയെടുത്തതായ സഭ. അതാണ് ബിഷപ്പ് സ്റ്റീഫൻ നീൽ പറഞ്ഞത്, which lost everything and gained everything. എല്ലാം നഷ്ടപ്പെട്ടതായിരിക്കുന്ന സഭ എല്ലാം നേടിയെടുത്തതായ സഭ. ആദിമസഭയോടും കുഞ്ഞു സമൂഹത്തോടുമാണ് സ്തെഫാനോസ് പ്രസംഗിച്ചത്. ഈ ദൈവം വഴി കാണിച്ചു തരുന്ന ദൈവം മാത്രമല്ല, ദൈവം തന്റെ വാഗ്ദാനങ്ങളെ നമുക്ക് വേണ്ടി നൽകുന്നവനായ ദൈവമാകുന്നു. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നു, നമ്മോട് കൂടെയുള്ളതായ ദൈവം, the God who is with us, 7:10. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്ന് അവന്റെ സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ അവനെ കൃപയും ജ്ഞാനവും കൊടുത്തു. ഇത് അബ്രഹാമിനെ കുറിച്ചല്ല, ജോസഫിനെ കുറിച്ചാണ്. ജോസഫിന്റെ ചരിത്രം നമുക്കറിയാം. അപ്പന്റെ അരുമയായ മകനായി വളർത്തപ്പെട്ടു. പക്ഷേ സഹോദരങ്ങളുടെ അസൂയ നിമിത്തം ജോസഫ് പൊട്ടക്കിണറ്റിൽ വീണു, അടിമകൾക്ക് വിറ്റു. അവിടെ നിന്ന് പൊത്തിഫേറിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. വളരെ ദുരന്തമായ സങ്കടപൂർണമായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ ജോസഫ് കടന്നുപോയി. അതാണ് ഇവിടെ സ്തെഫാനോസ് എടുത്തു പറയുന്നത്. ദൈവം അവനോട് കൂടെ ഇരുന്ന് അവന്റെ സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മാത്രമല്ല, അവനെ മിസ്രൈമിലെ അധിപതിയാക്കി തീർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ വാചകം സ്തെഫാനോസ് പറയുന്ന വാചകം ശ്രദ്ധേയമാണ്. ദൈവം അവനോട് കൂടെ ഇരുന്നു, the God who is with us. ഈ ജോസഫിന്റെ വിജയത്തിന്റെ രഹസ്യം നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ളതായ ചിന്ത. 2, ദൈവത്തോടുള്ളതായിരിക്കുന്ന വിശ്വസ്തത. 3, തന്നെ വിശ്വസിച്ചാക്കിയതായിരിക്കുന്ന യജമാനനോടുള്ളതായ വിശ്വസ്തത. ലോകത്തിൽ ചോരയും നീരുമുള്ള ഏതൊരു യുവാവും വീണു പോകാവുന്ന സാഹചര്യത്തിൽ അവിടെ വിജയശ്രീലാളിതനായിട്ട് നിൽക്കുവാൻ സാധിച്ചു. അതാണ് ഒറ്റ വാചകത്തിൽ സ്തെഫാനോസ് പറയുന്നത്. എന്ത്? ദൈവം അവനോടുകൂടെ ഇരുന്നു, അവനെ സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിച്ചു, അവനെ മിസ്രൈമിലെ അധിപതിയാക്കി വെച്ചു. നമ്മുടെ വിവാഹ ശുശ്രൂഷയില് പൂർവ്വവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ എന്നുള്ള ഗീതം പാടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദം, ഹൗവ, അബ്രാം, സാറ, ഇസക്ക്, റബേക്ക, യാക്കോബ്, റാഹേൽ, എന്നിട്ട് അവസാനം പറയുന്നിടത്ത് ജോസഫിനെ മാത്രമേ പറയത്തുള്ളൂ. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, എനിക്ക് വലിയ അതിശയം തോന്നി അങ്ങനെ ചോദിച്ചത്. പലപ്പോഴും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താ ഈ ജോസഫിന്റെ ഭാര്യയെക്കുറിച്ച് പറയാഞ്ഞത്? ആദം, ഹൗവ, അബ്രഹാം, സാറ, യാക്കോബ്, റാഹേൽ, ഇസാക്ക്, റബേക്ക ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ജോസഫിന് മിസ്രൈമിൽ യൗസേപ്പിനെ വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവം, അതെന്താ ഈ ജോസഫിന്റെ ഭാര്യയുടെ പേര് പറയാഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അന്വേഷണം ജോർജ് മാത്യു അച്ഛൻ ഇരിപ്പുണ്ട്. ചോദിച്ചാൽ അച്ഛൻ പറയുമായിരിക്കും എന്താ ആ ഭാര്യ വിട്ടുപോകാഞ്ഞത്, ഭാര്യയുടെ പേര്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത്, ഈ മിസ്രൈമിൽ ജോസഫിനോടുകൂടെ ഇരുന്ന് അവനെ വിജയിപ്പിച്ചവനായ ദൈവമേ, ഈ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചിതാ യാത്ര ചെയ്യുന്ന ഈ ദമ്പതികളോടുകൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ പോകുന്ന യാത്രയിൽ അവരോടുകൂടെ ഇരുന്ന് അവർക്ക് നീ കൃപ കൊടുക്കണം. ദേവാ, കൃപ ചെയ്യണമേ നീ എന്ന് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സന്ദേശം. നമ്മൾ പാടുന്നുണ്ട്, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ആഗ്രഹം അതാ പറയുന്നത്, അവിടെ ഇരുന്നോണം, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. പക്ഷെ അല്ല, യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉള്ളതായിരിക്കുന്ന ദൈവമാണ്. ഇവിടെ 47-ാം വാക്യത്തിൽ ഈ സ്തെഫാനോസ് പറയുന്നുണ്ട്, ശലോമോൻ അവനൊരു ദേവാലയം പണിതു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. അവരെ പ്രകോപിപ്പിച്ചത് അതാണ്. ഞങ്ങൾ പണിത ഈ ദേവാലയത്തിൽ ദൈവം വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണെന്നല്ല. അവിടെ നിന്ന് ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നു എന്നതായ സത്യമാണ് സ്തെഫാനോസ് പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോടുകൂടെ ഇരുന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇരിക്കുന്നു എന്നുള്ളതായ സത്യം മാത്രമേ നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് സാധ്യമാകൂ. ലോക ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമാണ് എബ്രഹാം ലിങ്കൺ. വേദപുസ്തകത്തിൽ പോലും അടിമത്ത സമ്പ്രദായം പാപമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അടിമത്ത സമ്പ്രദായം ലോകത്തിൽ നിയമം മൂലം മാറ്റിയതായിരിക്കുന്നയാളാണ്. എബ്രഹാം ലിങ്കന്റെ വിജയത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രകാരൻ ഒരു വാചകം പറയുന്നുണ്ട്. ആ വാചകം ഇപ്രകാരമാണ്: ജീസസ് ഓഫ് നാസറത്ത് touched his lips whenever he spoke,
and guided his hands whenever he wrote. ഏബ്രഹാം ലിങ്കൻ സംസാരിച്ചപ്പോൾ നസ്രായനായ യേശു അവന്റെ അധരങ്ങളെ തൊട്ടിരുന്നു. അവൻ എഴുതിയപ്പോൾ അവന്റെ കരങ്ങളെ നയിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു ഏബ്രഹാം ലിങ്കന്റെ വിജയമെന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ദൈവം നമ്മളോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹീതരാകത്തുള്ളൂ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുമേനിമാര്, നമ്മുടെ തീമത്യോസ് തിരുമേനി ഉൾപ്പെടെ 3 തിരുമേനിമാരുടെ 20 വർഷം പൂർത്തീകരിച്ചതായിരിക്കുന്ന ഒരു ജൂബിലി സമ്മേളനം അടൂരിൽ വെച്ച് നടന്നു. ഞാൻ പറയുന്നത് ക്ഷമിക്കണം, തിരുമേനി പറഞ്ഞതായിരിക്കുന്ന ഒരു സംഭവം എന്നെ വളരെയധികം ടച്ച് ചെയ്തു. സൂററ്റ് ഇടവകയിൽ തിരുമേനി ആദ്യമായി തെറ്റുണ്ടെങ്കിൽ, ഞാൻ കേൾവിക്കാരൻ മാത്രമായിരുന്നു, തിരുമേനി എന്നോട് ക്ഷമിക്കണം തെറ്റുണ്ടെങ്കിൽ. സൂററ്റ് ഇടവകയിൽ തിരുമേനി ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ നിയമന കൽപ്പന പോലും വായിക്കാനാവാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാലം ചെയ്ത തോമസ് മാർ അഥാനോസ് സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനി പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നു, സാധിച്ചില്ല. തിരുമേനി മടങ്ങി പോകുന്നതായ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ തിരുമേനിയെ വിടാൻ നിന്നപ്പോൾ നമ്മുടെ തിരുമേനി എന്ന അച്ഛനാണ്, തിരുമേനിയോട് പറഞ്ഞു, അച്ഛൻ യു ഷുഡ് സ്റ്റാൻഡ് ഓൺ ജീസസ് സൈഡ്. അച്ഛൻ യേശുവിൻ്റെ വശത്ത് നിന്നാൽ മതിയെന്ന് പറഞ്ഞു. ആ വാക്കാണ് എന്നെ സ്പർശിച്ച്. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, തിരുമേനി തന്നെ അത് കൺകൂടി ചെയ്തു. ആ സ്ഥാനത്ത് നിന്നു, കർത്താവിൻ്റെ പക്ഷത്ത് ഞാൻ നിന്നു. അനുഗ്രഹീതമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ഏറ്റവും ഉന്നതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ആ ഇടവക ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഈ കേട്ടതായിരിക്കുന്ന കാര്യം ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞു. ജോസഫിനോടുകൂടെ ഇരുന്നു, അവന്റെ സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു, അവനെ മിസ്രൈമിലെ അധിപതിയാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തോടുകൂടെ നാം ഇരിക്കുമ്പോൾ നമ്മളോടുകൂടെ ഉണ്ട്. അതാണ് പറഞ്ഞത്, അച്ഛൻ യു സ്റ്റാൻഡ് ഓൺ ജീസസ്, ബി ഓൺ ജീസസ് സൈഡ്. യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കുക, അവിടെ വിജയിക്കുവാനായിട്ട് സാധിക്കും. വിജയിച്ചതായിരിക്കുന്ന ഒരു ചരിത്രമാണ്. 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. വഴി കാണിച്ചു തരുന്ന ദൈവം, 2 അവിടെ വാഗ്ദാനങ്ങളെ നൽകുന്നതായ ദൈവം, 3 നമ്മളോട് കൂടെ ഇരിക്കുന്നതായ ദൈവം. എന്നാൽ അവരുടെ ആത്മീക ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കേണ്ട 2 കാര്യങ്ങളോട് ഞാൻ പങ്കിടുന്നു. വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി ഇവിടെ സ്തേഫാനോസ് പറയുകയാണ്. 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. കൽദയരുടെ ദേശം വിട്ട് അവൻ ഹാരാനിൽ വന്ന് പാർത്തു. കൽദയരുടെ ദേശം എന്താണ്? നാം യോശുവയുടെ പുസ്തകം 24:2 വായിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേറഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു, അതർ ഗോഡ്സ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ അബ്രഹാം വരുന്നതിനെയാണ് പറഞ്ഞത് കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അപ്പോൾ ദൈവശബ്ദം കേട്ട് ദൈവത്തോടുകൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ജീവിത ശൈലിയാണ് ഇവിടെ കാണിക്കുന്നത്. വേദപുസ്തകത്തിൽ മാനസാന്തരം എന്നുള്ളതായിരിക്കുന്ന വാക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ്. സഭ മാറുന്നതും വിശ്വാസം മാറുന്നതും കൂട്ടായ്മ മാറുന്നതുമാണ് ഈ മാനസാന്തരം എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ മാനസാന്തരം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന പദം മെറ്റനോയ എന്നൊരു ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം ടേൺ ടു ഗോഡ് ആൻഡ് ടേൺ ഫ്രം സിൻ ആണ്. ദൈവത്തിങ്കിലേക്ക് തിരിയും പാപത്തിൽ നിന്ന് തിരിയുന്നതുമാണ് മെറ്റനോയ. ഇവിടെ കാണുന്ന അതാണ്. ഇവിടെ പറയുകയാണ് കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അപ്പോൾ അവൻ വ്യത്യസ്തമായ ഒരു വഴിയിലേക്ക് മാറി. ടേൺ ഫ്രം സിൻ ആൻഡ് ടേൺ ടു ഗോഡ്. യഥാർത്ഥത്തിൽ നടക്കുന്നത് അതാണ്. കൽദയരുടെ ദേശത്തെ അനുഭവങ്ങളെ മാറ്റിയിട്ട് വേറൊരു വഴിയിലേക്ക് പോകുന്നുണ്ട്. വേദപുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടത്. തിമായുടെ മകനായ ബർത്തിമായിയെ വിളിക്കുന്ന അവസരത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അവൻ്റെ പുതപ്പ് വിട്ടുകളഞ്ഞ യേശുവിനെ അനുഗമിച്ചു. ആയുസിൽ നനച്ചിട്ടില്ലാത്ത ഈ ഭിക്ഷക്കാരൻ്റെ കീറപ്പുതപ്പ് വിട്ടുകളഞ്ഞത് എന്തിനാ എഴുതിയേക്കുന്നത്? ഒരു വലിയ ആത്മീക അർത്ഥം അതിൻ്റെ പിറകിലുണ്ട്. അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പ്രതീകമാണ് ആ പുതപ്പ്. അവൻ അന്ധനായിരുന്ന സമയത്ത് അവന് സംരക്ഷണ കൊടുത്താണ്. പക്ഷെങ്കിൽ ആ പുതപ്പിനെ വിട്ടുകളഞ്ഞിട്ടാണ് യേശുവിൻ്റെ ശബ്ദം കേട്ട് മാറുന്നത്. പത്രോസ് പടകും വലയും വിറ്റു.
പൗലോസ് തന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവങ്ങളെ വിട്ടു. സക്കായി തന്റെ തെറ്റായിരിക്കുന്ന വഴിത്താരകളെ ഉപേക്ഷിച്ചു. ഒരു മനുഷ്യൻ വിലയേറിയ മുത്തു കണ്ടെത്തിയാറെ തനിക്കുള്ളതൊക്കെയും വിറ്റു. ഒരു മനുഷ്യൻ വിലയേറിയതായിരിക്കുന്ന നിധി കണ്ടെത്തിയാറെ തനിക്കുള്ളതൊക്കെയും വിറ്റ് നിധി ഇരിക്കുന്ന വയൽ വാങ്ങി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നതായിരിക്കുന്ന അവസരത്തിൽ കൽദേരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതായത് നമ്മുടെ ഭൗതിക കാര്യങ്ങളിലല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടാകുന്ന ആത്മീയത ഉണ്ടാകണം. ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്ന ഒരു ദാർശനികമായ വാക്കുണ്ട്, നോട്ട് ടു ബി ദ പ്രിസണേഴ്സ് ഓഫ് ദ പാസ്റ്റ് ബട്ട് ദ പിൽഗ്രിംസ് ഓഫ് ദ ഫ്യൂച്ചർ. ഇന്നലെ ഇവിടെ തടവുകാരായി കഴിയാനല്ല, നാളെ ഇവിടെ തീർത്ഥാടകരാകുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതുവത്സരത്തിന്റെ ആദ്യ പടകിൽ നാം എത്തിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ ജീവിത ശൈലി ആവശ്യമാണ്. ആ ശൈലി നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇത് ക്രിസ്ത്യാനി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. ഇത് കേൾക്കുന്ന പ്രശ്നങ്ങൾ അതാണ്. എ ന്യൂ മാൻ ഇൻ എ ന്യൂ സൊസൈറ്റി, അതാണ് ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത്. രണ്ടാമതായി ഒരു കാര്യം കൂടെ പറയുന്നു, അത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ദൈവവുമായുള്ള ഒരു ഉടമ്പടിയിൽ അബ്രഹാം പ്രവേശിക്കുന്നതായി വായിക്കുന്നു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്നത് പരിച്ഛേദന എന്ന സൈൻ ഓഫ് കവനന്റ്. അതിൽ കൂടെയാണ് യഹൂദ സമൂഹം അതിൻ്റെ തനിമ നിലനിർത്തിയത്. യഹൂദ സമൂഹത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് അതിൽ കൂടെയാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളും ചില ഉടമ്പടികളും ആവശ്യമുണ്ട്. വേദപുസ്തകം വ്യക്തമായിട്ട് അത് പറയുന്നു. വെറുതെ നാം ഒരു നാമധേയ ക്രൈസ്തവീയതയ്ക്ക് വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു പരിച്ഛേദന എന്ന അടയാളം കൊടുത്തുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കവനന്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിരിക്കുന്ന അനുഭവം ഉണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായ തീമത്യോസിനോട് പറയുന്നുണ്ട്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ചില കാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ഉദാത്തമായിരിക്കുന്ന ചില അനുഭവങ്ങളെ നീ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഓരോ ദിവസവും പുലരുമ്പോൾ ജീവിക്കുന്നതായ ഒരു ജീവിതമല്ല, ചില തീരുമാനങ്ങളുടെയും ഉടമ്പടികളുടെയും ഒരു ജീവിതമായി നമ്മുടെ ജീവിതം തീർന്നെങ്കിൽ മാത്രമേ വിജയകരമായി പോകുവാൻ സാധിക്കത്തുള്ളൂ. ആ ഉടമ്പടികൾ ദിനംതോറും പുതുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പുതുക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം വൈശിഷ്ട്യമുള്ളതായിരിക്കുന്ന ജീവിതമാകുന്നത്. ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. സാധാരണക്കാരായ ആളുകളാണ്, പക്ഷേ അസാധാരണമായിരിക്കുന്ന ചില അവകാശവാദങ്ങളുണ്ട്. നിശ്ചയമായിട്ടും അതുണ്ട്. നെഗറ്റീവായിട്ട് പറഞ്ഞതാണെന്ന് ചിലർ പറയുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല, പോസിറ്റീവായിട്ട് തന്നെയാണ്. കാരണം നമ്മൾ സാധാരണക്കാരായ ആളുകളാണ്, പക്ഷേ നമുക്കുള്ള അസാധാരണമായ ക്ലെയിംസ് എന്ന് പറയുന്നത് ദിനംതോറും ദൈവവുമായുള്ള ബന്ധങ്ങൾ നാം പുതുക്കി ജീവിക്കുന്നതായിരിക്കുന്ന ആളാകുന്നു. അത് നമ്മൾ പ്രധാനപ്പെട്ടതായിരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തീരുമാനങ്ങളുടെയും ഉടമ്പടികളുടെയും അനുഭവമായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രസിദ്ധനായിരിക്കുന്ന സെൻ ഗുരു പറയുന്നുണ്ട്, ഫേസ് യുവർ പാസ്റ്റ് വിത്ത് റിഗ്രറ്റ്. യാതൊരു കുറ്റബോധം കൂടാതെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുക. ഹാൻഡിൽ യുവർ പ്രസന്റ് വിത്ത് കോൺഫിഡൻസ്. ധൈര്യത്തോടുകൂടെ ഇന്നിനെ നാം സ്വീകരിക്കുക. പ്രിപ്പയർ ദ ഫ്യൂച്ചർ വിതൗട്ട് ഫിയർ. ഭാവിയെ നാം ഭയം കൂടാതെ അഭിമുഖീകരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങളാണ് നമ്മുടെ തീരുമാനമെന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, നിശ്ചയമായിട്ടും അത് ആവശ്യമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ചില ബന്ധങ്ങളിൽ കൂടെയുള്ളതായ ഒരു ജീവിത ശൈലിയും ഉടമ്പടിയും തീരുമാനവും ഉണ്ടാകണം. ആ തീരുമാനമാണ് ദൈവം പ്രതീക്ഷിക്കുന്നതായിരിക്കുന്ന കാര്യം. സ്നേഹിതരെ, അനുവദനീയമായിരിക്കുന്ന സമയം സമാപിക്കുകയാകുന്നു. സ്തെഫാനോസിന്റെ വളരെ വിശദമായിരിക്കുന്ന പ്രസംഗം, അവിടെ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം ഞാൻ കടഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സ്തെഫാനോസ് ഇത് പറയുന്നത് തന്റെ മുൻപിലിരുന്ന ബലഹീനമായിരുന്ന സഭയോട്, ന്യായാധിപന്മാരോട്, ഭരണകർത്താക്കളോട്, പുരോഹിതന്മാരോട്, അങ്ങനെയുള്ള ആളുകളോടും എല്ലാത്തിലുപരിയായി ശുഷ്കമായിരുന്ന ബലഹീനമായിരുന്ന സഭയോടാണ് പറഞ്ഞത്. ആ സഭ ക്ഷീണിച്ചു പോകുവാനിടയാകല്ല്.
ദൈവം അബ്രഹാമിന് നൽകിയതായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, അബ്രഹാമിനോട് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായിരിക്കുന്ന അനുഭവമാകുന്നു എന്നത്രേ പറയുന്നത്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഒരാത്മീയതയ്ക്കായിട്ട് നമ്മെ ക്ഷണിക്കുന്നു. ഒരു കഥ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജോൺ ഓക്സൻഹാം യേശുക്രിസ്തുവിനെ കുറിച്ചും വേദപുസ്തക കഥാപാത്രങ്ങളെക്കുറിച്ചും മനോഹരമായ കഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. നിങ്ങളൊരു പക്ഷെങ്കിൽ പല കഥകൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ അദ്ദേഹത്തിൻ്റെ ബർബാസ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഈ കഥ വളരെ രസകരമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ബർബാസിനെ ജയിലിൽ നിന്ന് വിമോചിതമാക്കുവാനായിട്ട് ഒരു പടയാളി ബർബാസ് കിടന്ന ഈ ജയിൽ അഴിയുടെ വാതിൽ തുറക്കുകയാണ്. തുറന്നിട്ട് ബർബാസിനോട് പറയുന്നു, നിന്നെ റിലീസ് ചെയ്യുകയാണ്, നിന്നെ വിടുകയാണ്. ബർബാസ് വിശ്വസിക്കുന്നില്ല. എങ്ങനെ എന്നെ വിടുവിക്കുന്നത്? വിടാനൊക്കാത്ത അവസ്ഥയിൽ വളരെ ആഴമുള്ളതായിരിക്കുന്ന ജയിൽ അഴിയിലാണ് കിടക്കുന്നത്. അല്ല, നിന്നെ വിട്ടു. ഉടനെ ബർബാസ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നെ വിടുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, അതൊരു ദീർഘമായ കഥയാണ്. നിനക്ക് വേണ്ടി ഒരാള് മരണപ്പെടുവാനായിട്ട് തയ്യാറായി അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോയി. അതുകൊണ്ട് നിനക്ക് പകരമായി ഒരാൾ മരിക്കുന്നതുകൊണ്ടാണ് നിന്നെ വിടുന്നത്. ബർബാസിന് ഭയങ്കര അതിശയമായി. എനിക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നു, ഞാൻ റിലീസാവുന്നു, എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഉടനെ പറഞ്ഞു, എനിക്ക് ആളിനെ ഒന്ന് കാണണം, എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, ഗാഗുൽത്തായിലാണ്. അവിടെ ചെന്നാൽ കാണാം. ബർബാസ് അവിടെ നിന്ന് ഓടുകയാണ്. ഓടി കുരിശിന്റെ അരിവാരത്ത് ചെന്നു. നടുക്കുള്ളതായിരിക്കുന്ന കുരിശ് യേശുക്രിസ്തുവിന്റെ കുരിശാണെന്ന് മനസ്സിലാക്കി. മരണത്തിന്റെ നാഴികയിലേക്ക് വന്നിരിക്കുകയാണ് യേശുക്രിസ്തു. ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട്, താഴെ നിന്നുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ബർബാസ് ഇപ്രകാരം ചോദിച്ചു, യു ആർ ദ മാൻ ഹു ആർ ഡൈയിങ് ഫോർ മീ. എനിക്ക് വേണ്ടി മരിക്കുന്ന മനുഷ്യൻ നീയാണോ? യേശു തൻ്റെ തല ഉയർത്തിയിട്ട് പറഞ്ഞു, യെസ്, ഐ ആം ഡൈയിങ് ഫോർ യു. യു ഗോ ആൻഡ് ലീവ് ഫോർ മീ. ഞാൻ നിനക്ക് വേണ്ടി മരിക്കുന്നു, നീ പോയി എനിക്ക് വേണ്ടി ജീവിക്കുക. ഞാൻ നിനക്ക് വേണ്ടി മരിക്കുന്നു, നീ പോയി എനിക്ക് വേണ്ടി ജീവിക്കുക. വേദപുസ്തകത്തിലുള്ള കഥയല്ലെങ്കിലും വളരെ സത്യം ഇതിൻ്റെ പുറകിലുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നാം കർത്താവിന് വേണ്ടി ജീവിക്കുവാനായി വിളിക്കപ്പെട്ടതായിരിക്കുന്ന സമൂഹമാണ്. അതിനുവേണ്ടിയാണ് ദൈവമാക്കിയിരിക്കുന്നത്. ആക്ഷരികമായി സ്തേഫാനോസ് പറഞ്ഞത് അതാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവത്തിന് വേണ്ടി ആകുവാനും നമ്മെ വിളിച്ചിരിക്കുകയാകുന്നു. സ്തേഫാനോസിന്റെ പ്രഭാഷണത്തിൽ സ്തേഫാനോസ് സൂചിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നു. വഴി കാണിച്ചു തരുന്ന ദൈവം, ദ ഗോഡ് ഹൂ ഷോസ് ദ വേ. നാം പുതുവത്സരത്തിലേക്ക് മാത്രമല്ല, നമ്മുടെ നാളുകളിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ദൈവം വ്യക്തമായ മാർഗം നമുക്ക് കാണിച്ചു തരുന്നവരാണ്. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്നവരല്ല നാം. വിധിയുടെ ബലിമൃഗങ്ങളല്ല, എങ്ങോട്ട് പോകുന്നെന്ന് അറിയാൻ സാധിക്കാത്ത മൃഗങ്ങളെ പോലെ അല്ല നാം. 2, ദൈവം വാഗ്ദാനത്തെ നൽകുന്ന ദൈവമാണ്. ദ ഗോഡ് ഹു ഗീവ് പ്രോമിസസ്. അവൻ വെറുതെ പറയുന്ന ദൈവമല്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം നമുക്കുള്ളതാകുന്നു എന്ന് വ്യക്തമാകുകയാണ്. 3, ദ ഗോഡ് ഹു ഈസ് വിത്ത് അസ്. നമ്മളോട് കൂടെയുള്ളതായ ദൈവം നമ്മളെ വിടുവിച്ച് നമ്മളെ അനുഗ്രഹിച്ച് ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തുന്നവനായ ദൈവം മാത്രമല്ല, അങ്ങനെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട 2 മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു. 1, കൽദയരുടെ ദേശം വിട്ട് അവൻ ഹാരാനിൽ വന്ന് പാർത്തു. നാം തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു വ്യത്യസ്തമായ വഴിത്താര നമുക്ക് ആവശ്യമാകുന്നു. 2, നാം കാണുന്നുണ്ട് കവനന്റ് റിലേഷൻഷിപ്പ്. നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങളുടെയും ഉടമ്പടിയുടെയും ഒരു ജീവിതം ഉണ്ടാകണം. അതാണ് നമുക്കിന്ന് പറ്റിയിരിക്കുന്ന തകരാറ്. നമ്മൾ തീരുമാനമുണ്ടാകുന്ന ജീവിതം, ഉടമ്പടി ഉണ്ടാകുന്ന ജീവിതം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ടോടിയിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക്, ശൈലിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേയും ഞങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായി നീ നൽകി തന്നിരിക്കുന്ന തിരുവചന സത്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തേഫാനോസ് ശമ്മാസിൻ്റെ ലഭ്യമായിട്ടുള്ള ഒരേ ഒരു പ്രസംഗത്തിൽ കൂടെ ജീവിതയാത്രയിൽ ദൈവം ആര് എന്നുള്ളത്
വളരെ വ്യക്തമായും ശക്തമായും ഈ രാത്രി നീ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം സ്തോത്രം. ദൈവമേ, നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ വഴിയറിയാതെ ഞങ്ങൾ ഗതിമുട്ടി നിൽക്കുമ്പോൾ പോകേണ്ടുന്ന വഴി വളരെ വ്യക്തമായി അബ്രഹാമിന് കാണിച്ചു കൊടുത്ത ദൈവം ഈ നാളുകളിൽ ഞങ്ങളുടെയും കരം പിടിച്ച് ഞങ്ങൾ പോകേണ്ടുന്ന വഴിയിൽ കൂടെ ഞങ്ങളെ നയിക്കുന്ന ദൈവമാകുന്നു ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ജീവിതയാത്രയിൽ വ്യക്തമായി വഴി മനസ്സിലാക്കി ദിനംതോറും സഞ്ചരിക്കുവാൻ, യാത്ര ചെയ്യുവാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വാഗ്ദത്തങ്ങൾ നൽകുന്നവൻ മാത്രമല്ല, വിശ്വസ്തനുമാകുന്നു. ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നാൽ പോലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരാതെ അനുദിന ജീവിതായോധനത്തിൽ ഞങ്ങളെ നീ നടത്തുന്ന ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അബ്രഹാം ആശയ്ക്ക് വിപരീതമായി ആശയോടുകൂടെ യാത്ര ചെയ്തതായിട്ടുള്ള പിതാവാകുന്നുവെന്ന് നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവേ, മാനുഷിക ബുദ്ധികൾക്ക് അപ്പുറമായി നീ ഞങ്ങളെ ദിനംതോറും വഴി നടത്തുകയും വാഗ്ദത്തങ്ങളിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ആരാകുന്നുവെന്ന് ചോദിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ, ഈ നല്ല ഇമ്മാനുവേലായിട്ട് ഞങ്ങളോട് കൂടെയുള്ള ദൈവമാകുന്നു. മനുഷ്യനോട് കൂടെ ദൈവം തമ്പുരാൻ തൻ്റെ കൂടാരം അടിച്ച് പാർക്കുന്നതായിട്ടുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കരയുന്നവരോട് കൂടെ കരയുന്നവൻ, കർത്താവേ, ജീവിതത്തിൽ കണ്ണുനീർ വാർക്കുന്നവരോടൊപ്പം കണ്ണുനീർ വാർക്കുന്നവനായ ഒരു ദൈവമാകുന്നു ഞങ്ങളുടെ ദൈവം എന്നുള്ളത് ഈ ജീവിതയാത്രയിൽ പുതുവത്സരത്തിലും ആയുസ്സിൻ്റെ എല്ലാ ദിനങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി അങ്ങേ പിൻപറ്റുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വ്യത്യസ്തമായ ജീവിത ശൈലിയാകുന്നുവല്ലോ നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ തന്നെയും ലോകത്തിൻ്റേതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ വേറിട്ട ജീവിത ശൈലി നയിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ വിളിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ ദിനംതോറും നിലനിൽക്കുവാൻ വേണ്ടിയാണല്ലോ. ഞങ്ങൾ ഇന്നലെയുടെ കാവൽ ഭടന്മാരല്ല, നാളെയുടെ നല്ല തീർത്ഥാടകരായിട്ട് നീ ഞങ്ങളെ വിളിച്ചാക്കിയിരിക്കുന്ന രംഗങ്ങൾ പ്രശോഭിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ വചനം ശുശ്രൂഷിച്ചതായ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛനായ സ്തോത്രം. ഞങ്ങൾക്ക് നേതൃത്വം നൽകി തന്നുകൊണ്ടിരിക്കുന്ന അഭിമന്യ തിരുമേനിക്കായി സ്തോത്രം. ഈ മൈക്കിൻ്റെ ശബ്ദം ചാരത്തും ദൂരത്തുമായി ശ്രവിച്ച് കർത്താവേ, ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ദൈവം ആര് എന്നുള്ളത് ഈ രാത്രി നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നല്ലോ. ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന ഓട്ടം വിശ്വസ്തയോടുകൂടിയും സ്ഥിരതയോടുകൂടിയും ഓടിത്തികപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമെന്ന് യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതും സ്തോത്രാഴ്ച ശേഖരിക്കുന്നതുമാണ്. അതാതിടങ്ങളിൽ വെച്ചിരിക്കുന്ന സ്തോത്രാഴ്ച സഞ്ചി സമീപയുള്ളവർ എടുത്ത് ശേഖരിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പാട്ടുപാടുന്നു. നിമിഷൻ ഗീതങ്ങളിൽ 10ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ആശ്രിത വത്സലനെ, കൃപാനിധി, അനുഗ്രഹദായകനെ എന്നുള്ളത് നമ്മൾ ഈ വർഷം പുതുതായി ചേർത്തിരിക്കുന്ന ഗാനമാണ്. എല്ലാവരും ചേർന്ന് പാടാനായിട്ട് ശ്രമിക്കണമേ.
ഭദ്രാസന കൺവെൻഷൻ ഇന്നലെ ആരംഭിച്ചു. ഇന്ന് യോഗങ്ങളുണ്ടായിരുന്നു. നാളെയും മറ്റന്നാളും കൂടെ മാത്രം 4 ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൺവെൻഷനാണല്ലോ ഈ പ്രാവശ്യം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഈ യോഗങ്ങളിലൊക്കെ വ്യാപരിച്ച ദൈവകൃപ നന്ദിയോടെ ഓർക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളും നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തുക. നാളെ രാവിലെ 8 മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണ ശുശ്രൂഷയാണ്. കുടുംബ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകുന്ന കുഞ്ഞുങ്ങൾ
അവരിൽ ആരെയെങ്കിലുമൊക്കെ പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി സമർപ്പണ ശുശ്രൂഷയ്ക്കായി ആയൂർ മാർത്തോമാ പള്ളിയിൽ വരണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അയക്കുന്നത് ഒരു ധന്യമായ അനുഭവമാണ്. മാതാപിതാക്കൾ അതിന് താല്പര്യം കാണിക്കണം, കുഞ്ഞുങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കണം. നാളെ രാവിലത്തെ യോഗം പൊതുയോഗമാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന ഒരു സെഷൻ നാളെ രാവിലത്തെ യോഗത്തിലുണ്ട്. അവിടെ നാളത്തെ ദിവസം രാവിലെ നമ്മുടെ ഈ പന്തൽ കുഞ്ഞുങ്ങളെയും കൊണ്ടും അധ്യാപകരെയും കൊണ്ട് നിറയണം. സൺഡേ സ്കൂൾ കുട്ടികളെയും കൊണ്ടും അധ്യാപകരെയും കൊണ്ട് നിറയണം. പിന്നെ സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ പപ്പായും മമ്മിയും ഒക്കെ വന്ന് ഇരുന്നോളും. അപ്പോൾ ഇതിനകം നിറയേണ്ടത് ആരെ കൊണ്ടാണ്? ഈ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൊണ്ടൊക്കെയാണ്. രാവിലെ 9:30 മണിക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ, പ്രത്യേക യോഗമുണ്ടായിരിക്കും. 10:30 കൺവെൻഷൻ്റെ പൊതുയോഗം ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അയക്കണം. സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെ ഇതിന് താല്പര്യം കാണിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പതിപോലെ 10:30 യോഗവും 2:30 മണിക്കുള്ള യോഗവും അതിനുശേഷം യുവവേദിയും നാളെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ യോഗങ്ങളിലൊക്കെ വന്ന് താല്പര്യപൂർവ്വം സംബന്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രകാശനം ചെയ്ത ഒരു മാസികയാണ്. അതിൻ്റെ പേരെന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാമോ? എന്താ? സ്നേഹിതൻ അല്ലേ? പെൺകുട്ടികൾക്ക് വേണേൽ സ്നേഹിത എന്നും വേണേൽ പറയാം. എന്താ സ്നേഹിതൻ? നല്ലൊരു പേരാണ്. ഫ്രണ്ട്, നിങ്ങളുടെ സ്നേഹിതൻ. നിങ്ങൾക്ക് വായിക്കാവുന്ന നിങ്ങളുടെ പ്രായത്തിനൊത്ത നല്ല നല്ല ലേഖനങ്ങളും മറ്റും ഇതിലുണ്ടായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് വരുത്തി കൊടുക്കുവാൻ മാതാപിതാക്കൾ താല്പര്യം കാണിക്കണം. സൺഡേ സ്കൂൾ ഒരു പുതിയ കാൽവെപ്പ് ചെയ്തിരിക്കുകയാണ്. ഭദ്രാസനമായി കുഞ്ഞുങ്ങൾക്ക് വായിക്കുവാനും കൂടുതൽ അറിവ് പകരപ്പെടുവാനും വേണ്ടിയാണ് ഈ സ്നേഹിതൻ. അത് നാളെ തന്നെ വരുമ്പോൾ നിങ്ങൾ 30 രൂപ കൊടുത്ത് സൺഡേ സ്കൂളിൻ്റെ സ്റ്റോളിൽ നിന്ന് അതിൻ്റെ വരിക്കാരാകണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് രാവിലത്തെ യോഗത്തിൽ പ്രകാശനം ചെയ്ത ഒരു ദൃശ്യ ആവിഷ്കാരം സ്നേഹ ദർശൻ 3-4 വർഷം മുമ്പ് നമ്മുടെ ഭദ്രാസനമായി സ്നേഹസ്പർശം ഒരു ഡോക്യുമെൻ്ററി ദൃശ്യാവിഷ്കാരം റിലീസ് ചെയ്തു. അത് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ ഏതാണ്ട് 45-50 മിനിറ്റുകൾ ഉണ്ട് നമുക്കിരുന്ന് കാണാവുന്ന ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു സ്നേഹദർശൻ. എന്നാൽ 4-5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭദ്രാസനത്തിൽ മറ്റ് ധാരാളം പരിപാടികൾ പലയിടങ്ങളിലായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ മേഖലകളൊക്കെ നമുക്കുണ്ടായപ്പോൾ ദീർഘമല്ലാത്ത ഒരു 30 മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഭവനത്തിലിരുന്ന് കാണാവുന്ന വിധത്തിൽ ഒരു ക്യാപ്സ്യൂൾ രൂപേണ, ഇന്ന് സമയം ആർക്കുമില്ലല്ലോ, അതുകൊണ്ട് 1 മണിക്കൂറൊക്കെ തന്നാൽ ആരും കാണുകയില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുമതലക്കാരെ ഒരു 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഭദ്രാസനം മൊത്തം ഒന്ന് കാണത്തക്കവണ്ണം, കാട്ടാക്കട നടക്കുന്ന പരിപാടിയാകട്ടെ, പേയാട് നടക്കുന്നതാകട്ടെ, പെരുങ്ങാലത്തെ ആകട്ടെ, അല്ലെങ്കിൽ ഭദ്രാസനത്തിൻ്റെ ഓരോ ഇടങ്ങളിലുള്ള പരിപാടികൾ, ഇതെല്ലാം കാണാവുന്നൊരു ദൃശ്യാവിഷ്കാരം ഇന്ന് റിലീസ് ചെയ്തു. അതിന് 50 രൂപ മാത്രമാണ് വില. നാളെ നിങ്ങളൊക്കെ അത് വാങ്ങി കൊണ്ട് കാണണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നമുക്ക് ഈ ഭദ്രാസനത്തിലെ എല്ലാ മിഷൻ ഫീൽഡുകളും പോയി കാണാൻ അവസരം ലഭിച്ചെന്ന് വരികയില്ല. എന്നാൽ ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന അവസരമെങ്കിലും എല്ലാവരും പ്രയോജനപ്പെടുത്തണമേ എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ തുടർന്നുള്ള യോഗങ്ങളിൽ പ്രാർത്ഥനയോടെയൊക്കെ സംബന്ധിക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. തുടർന്നുള്ള യോഗങ്ങളെല്ലാം അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ സാംസനം ജയിക്കവെച്ചൻ പ്രാർത്ഥിക്കുന്നു. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന സ്വർഗീയ പിതാവേ, ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ ഭദ്രാസനമായി ഒത്തുചേർന്ന് ദൈവകൃപ പ്രാപിക്കുന്നതിനും ദൈവാനുഗ്രഹം ചോദിച്ചു വാങ്ങുന്നതിനും ലഭിക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വാഗ്ദാനങ്ങൾക്കനുസരിച്ച് കർത്താവെ നിന്നോട് ചേർന്ന് അനുധാവനം ചെയ്യുവാനുള്ള കൃപ തരണമേ. നിന്നെ ഉള്ളതുപോലെ കാണുവാനും നിൻ്റെ വഴിയിൽ ചലിക്കുവാനും നടക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമേ. ഈ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനിൽ നേതൃത്വം നൽകുന്ന പ്രിയ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപ ധാരാളമായി ചൊരിയണം. എല്ലാ മിഷൻ പ്രവർത്തനങ്ങളും നീ വാഴ്ത്തണമേ. ഇന്ന് തൻ്റെ മകനിലൂടെ ഹൃദ്യമായി നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ജീവിതത്തിൽ പരിഹരിക്കേണ്ടതുപോലെ പരിഹരിക്കപ്പെടുവാൻ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാൻ, വിശുദ്ധിയിലേക്ക് വളർന്നു വരുവാനും സഹായിക്കണമേ.
ഈ ഭദ്രാസനത്തിനുള്ള എല്ലാ ഇടവകകളെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ സെൻറ്ററുകളെയും നീ വാഴ്ത്തണം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ. ദൈവകൃപയിൽ എല്ലാവരെയും പൊതിഞ്ഞുകൊള്ളണം. രാത്രിയിൽ ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഉണ്ടായിരിക്കണം. നാളെയുള്ള ഒത്തുചേരൽ ഞങ്ങൾ കാത്തുകൊള്ളുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി ഈ രാത്രിയിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.